കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ 4ാമത്തെ ആവശ്യമായി. ഇന്നുകൊണ്ടിത് സമാപിപ്പിക്കണം എന്നാണ് വിചാരം. കുറച്ച് വേഗത്തിൽ പോട്ടി വരും. ഇത് 5-14 ശ്ലോകം ഉണ്ടെങ്കിലും 4-5 വളരെ ഉപചാരപരമായി വളരെ ലളിതമാണ്. 2-4 ശ്ലോകങ്ങളെ കുറച്ച് ക്ലേശമുള്ളതുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ് ഓർമ്മിക്കണം, ആധ്യാത്മിക സാഹിത്യത്തിൽ പലപ്പോഴും ഏറ്റവും പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല വാസ്തവം ചെയ്യുന്നത്, ആവർത്തനങ്ങളാണ്, അഭ്യാസമാണ്. അതാണ് നമ്മൾ നാമം ജീവിക്കുകയോ ചെയ്യുന്നത്, ജീവിച്ചതിനൊന്നും ജീവിക്കുന്നു. അല്ലാതെ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടിക്കണം, പുതിയ കാണണം എന്നല്ല. പണ്ട് ഇതാക്കണം ഈ ആചാരങ്ങൾ അനുഷ്ഠാനം ചെയ്യുന്നത് പോലെ ആധ്യാത്മിക സാഹിത്യത്തിൽ ഒരേ ആശയം പല ദിക്കിൽ ആവർത്തിക്കും. അപ്പം ഇനി വരുന്ന ശ്ലോകങ്ങളിലും ചിലതൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സൂക്ഷ്മമായിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളതിനെ വേറൊരു തരത്തിൽ പറയുകയാണ്. അപ്പോൾ പൊതുവെ പറയുന്നത് വെച്ചാൽ ഈ പ്രസ്താവനകളൊക്കെ ഒരു റീസ്റ്റേറ്റ്മെൻറ്റാണ്, പുനഃപ്രസ്താവങ്ങളാണ്. അതിന് തെറ്റില്ല എന്നാണ്. ഇപ്പോൾ സാഹിത്യത്തിലൊക്കെ ആണെങ്കിൽ ആവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ദോഷമാണ്. പക്ഷേ ആധ്യാത്മിക സാഹിത്യത്തിലും ഉപദേശത്തിലൊക്കെ എപ്പോഴും ആവർത്തിക്കണം എന്നാണ് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ശ്ലോകങ്ങളൊക്കെ പരിഗണിക്കാനുള്ളതാണ്. നമുക്ക് അതുവരെയുള്ള ഭാഗം വായിച്ചിട്ട് ഈ 54-ാം ശ്ലോകം നമുക്ക് തുടങ്ങാം. ഒന്ന് വേഗത്തിലത് വായിച്ചിട്ട് സാമാന്യമായിട്ട് പറയാം. ഇതിലെ 6ാമത്തെ ശ്ലോകം മുതൽക്കാണ് ശരിക്കുള്ള ഉപദേശം ആരംഭിക്കുന്നത്. അത് നമുക്ക് വായിക്കാം. ഇതിൽ ഈ പുസ്തകത്തിൽ ഈ ലഘുലേഖയിലെ കൊടുത്തുള്ള 6ാമത്തെ ശ്ലോകമാണ്. ജിതന്താത്മവിദ്ധിര്യ സ്വസ്ഥയേ സ്വസ്ഥിരസ്തുമേ ഭവതാ മാനസ ഭവതാരാധസാരാത്മം സർവസ്മാത്മനേ നമഃ. നമ പങ്കജനാഭായ ഭൂത്വേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ നമോ നമോ നിരുദ്ധായ ഹൃഷീകേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണാനുഭൃതാത്മനെ സ്വർഗാവർഗ ദ്വാരായ നിത്യം ശുചിഷതേ നമോ നമോ ഹിരണ്യവീര്യായ ചാതുർഗോത്രായ തന്ദവേ നമോ ഊർജേഷേതൃയാപതേ തൃപ്തിദായ ജീവാനം നമ സർവാത്മനെ നമ സർവരസാത്മനെ സർവ സത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ നമ ത്രൈലോക്യപാലായ സഹ ഓജോബലായ അർത്ഥലിംഗായ നമസേ നമോ ദർഭഹിരാത്മനെ നമ പുണ്യായ ലോകായ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ അമിതദേവായ കർമ്മണേ നമോ ധർമ്മവിഭാഗായ മൃത്യവേ ദുഃഖദായ നമസ്താശിഷാരീശമനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹദേ കൃഷ്ണായ ഗുണ്ഡമേ തസേ പുരുഷായ പുരാണായ സാഖ്യയോഗേശ്വരായ ശക്തിത്രയസമേതായ മീഡുഷേഖംകൃതാത്മനെ ചേതാഹൂതിരൂപായ നമോ വാചോ വിഭൂതയേ ദർശനന്നോദിദിക്ഷൂണാം ദേഹി ഭാഗവതാർത്ഥിതൻ രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയഗുണാഞ്ജനം സ്നിഗ്ധപ്രാവൺഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവാദുർബാഹും സുജാതരുചിരാനനം പത്മകോശപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുകപോലാശം സമകർണവിഭൂഷണം പ്രീതിപ്രഹസിതാവംഗം മളകൈരുവശോഭിതം രസൽപങ്കജകന്യർക്കദ്ദൂരം മൃഷ്ടകുണ്ടലം സുരകിരീടവലയ ഹാരനൂപുരമേഖലം സംഗതക്രഗദാ പത്മമാലാവണ്യപ്രദ്യുമത് സിംഹസ്കന്ധത്യുഷോ വിഭ്രൽ സൗഭഗഗ്രീവകൗസ്തുഭം ശ്രിയായവായിന്യാക്ഷിത്തനികഷാശ്മോരസോല്ലസല്ലം പൂരരേജകസംവിഘ്ന വലിവൽബുദോദരം പ്രതിസംക്രമ പൂരരേജകസംവിഘ്ന വലിവൽഗുലോദരം പ്രതിസംഗ്രാമയദ്വിശ്വന്നാഭ്യാമത്തകിഭീരയാം ശ്യാമശ്രോണ്യതിരോജിഷ്ണുദൂരസ്വർണ്ണമേഖലം സമദാർവഘ്രീ ജംഘോരു നിമ്നജാനുസുദർശനം പദാപത്മ പലാശരോജിഷാമഹദ്ദിവന്നോ അന്തരകംവിദിന്വതാം പ്രദക്ഷയ ശ്രിയമവാസ്തസദ്വതം പദംഗുരോത്മാർഗുരുസ്തമോജുഷാം ഏതദ്രൂപോനിധ്യേയം ആത്മശുദ്ധിമഭീപ്സതാം ത്വദ്ഭക്തിയോഗോ ഭേദ സ്വധർമ്മവനുതിഷ്ഠതാം. അതുവരെയാണ് എടുത്തത്. ഇതിൽ 26-ാം ശ്ലോകമായിട്ട് വരും. മൂലഗ്രന്ഥത്തിൽ അത് 53-ാം ശ്ലോകമാണ്. ആ വ്യത്യാസം. അപ്പം അടുത്തത് നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പം എന്താ പറഞ്ഞാൽ ആദ്യത്തിൽ ഭഗവാൻ ഏത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണു പ്രദർശയ സ്വാന
അങ്ങയുടെ മനോഹരമായ രൂപം ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് സ്നിഗ്ധപ്രാവ് ഘനശ്യാമ എന്നുള്ള 10 ശ്ലോകങ്ങൾ തുടങ്ങിയത്. അതായത് മനോഹരമായ മുടിക്കെട്ടുകളോട് കൂടിയാന്ന് പറഞ്ഞിട്ട് കേശാദിപാദമായി വർണ്ണിച്ചു. ആ വർണ്ണനൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് ഈ രൂപത്തെ എപ്പോഴും അനുധ്യാനം ചെയ്യൂ എന്ന് പറയുന്നതാണ്. ഏതത് രൂപമനുധ്യേയം, ഇതെപ്പോഴും ധ്യാനിക്കപ്പെടേണ്ടതാണ്. ധ്യാനിക്കാനുള്ള ഗുണം എന്താണ്? ഭക്തിയോഗോ, അങ്ങയുടെ ഭക്തി ഉണ്ടാവും, ഭക്തിയോഗം ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്ക് അതുകൊണ്ട് മോക്ഷമുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വധർമ്മനിഷ്ഠതാം, സ്വന്തം ധർമ്മം ചെയ്തുകൊണ്ട് ഈ രൂപത്തെ അനുഷ്ഠിക്കുന്നവർക്ക്, ഈ രൂപത്തെ എപ്പോഴും ധ്യാനിക്കുന്നവർക്ക് എല്ലാ ശ്രേയസ്സുണ്ടാവും. ഇനി അടുത്ത ലോകത്ത് പറയാണ്, ഭവാൻ ഭക്തിമതാൻ ലഭ്യോ ദുർലഭ സർവദേശിനാം സ്വരാജ്യാപ്യസ്യ അഭിമതോ ഏകാന്തേന ആത്മവിദ്ധീം. വായിക്കാം. ഭഗവാൻ ഭക്തിമതാൻ ലഭ്യോ ദുർലഭ സർവദേശിനാം സ്വരാജ്യാപ്യസ്യ അഭിമതോ ഏകാന്തേന ആത്മവിദ്മതീം. അവിടെ അതൊക്കെ വളരെ എഴുതായിട്ടുള്ളതാണ്. അതായത് എന്താ പറയുന്നത്? ഭവാൻ അങ്ങ് ഭഗവാനോട് പറയുകയാണ്, അങ്ങ് എന്താണ് സർവ്വദേഹിനാം ദുർലഭ, എല്ലാ ദേഹികൾക്കും ശരീരധാരികളായിരിക്കുന്ന ആളുകൾക്ക് അങ്ങ് ദുർലഭനാണ്. ദുർലഭൻ്റെ എന്താ അർത്ഥം? ദുഃഖേന ലഭ്യനാണ്. ക്ലേശിച്ചിട്ട് മാത്രമേ ലഭിക്കുള്ളൂ, എളുപ്പമല്ല എന്നർത്ഥം. ഇങ്ങനെയാണ് സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. സുലഭത്തെ സുലഭം, നന്നായി കിട്ടാവുന്നത്, എളുപ്പത്തിൽ കിട്ടാവുന്നത്. ദുർലഭം എന്നാലോ കിട്ടാൻ വിഷമമുള്ളത്. എപ്പോഴാണ് കിട്ടാൻ വിഷമമുണ്ടാവുക? ഇപ്പം വസ്തുക്കളെ സംബന്ധിച്ചാണെങ്കിൽ ആകെപ്പാടെ ഒന്നേ ഉണ്ടെങ്കിൽ എല്ലാം കിട്ടാൻ വിഷമല്ലേ? വിഷമമുണ്ട്. അത് ഇപ്പം നമ്മുടെ അല്ലേ ദുർലഭം എന്ന് പറഞ്ഞാൽ കുറച്ച് ചുരുക്കാലൊക്കെ എന്ത് ചെയ്യുള്ളൂ, അങ്ങ് പ്രാപ്തിനാവുന്നുള്ളൂ. അതുകൊണ്ട് സർവ്വദേഹിന ഭവാൻ ദുർലഭ. എല്ലാവർക്കും കിട്ടുമോ? കിട്ടില്ല. നന്നായിട്ട് സേവിക്കുന്നതൊക്കെ കിട്ടുള്ളൂ എന്ന മനസ്സിലാണ്. അതുകൊണ്ട് ദുർലഭനാണ്. പക്ഷെ ആർക്ക് കിട്ടുമത്? സ്വരാജ്യഭ്യാസ അഭിമതോ ഏകാന്തേന ആത്മഗതി. പക്ഷേ അങ്ങ് എങ്ങനെയുള്ളവരുമാണ്? സ്വരാജ്യസ്യ അഭി അഭിമത എന്ന് പറയാം. സ്വരാജ്യത്തെ സ്വർഗരാജ്യം, സ്വർഗരാജ്യത്തുള്ളവർക്ക് പോലും അങ്ങെന്താണ്? അഭിമതനാണ്. പക്ഷെ സ്വർഗവാസികളായ ദേവന്മാർക്ക് പോലും അങ്ങനെ കിട്ടുന്നത് മോഹമുണ്ട്. സ്വർഗരാജ്യത്തിൽ വന്ന സ്വർഗവാസികൾക്ക് പോലും എന്താണ്? അങ്ങ് അഭിമതനാണ്, ഇഷ്ടമുള്ളവനാണ്. അതായത് ദേവന്മാർ പോലും ഭഗവത് പ്രവൃത്തിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെന്ത് വിചാരിക്കും? നമ്മൾ ഈ ഭൂമിയിലായിരുന്നു കുറേ കഷ്ടപ്പാടൊക്കെ ഉള്ളതുകൊണ്ട് ഈശ്വരനെ കുറിച്ച് വിചാരിക്കുന്നു. അങ്ങനെയല്ല, ദേവന്മാർ പോലും അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാരാധ്യഭ്യോ അഭിമത, അങ്ങ് ദേവന്മാർക്ക് പോലും എന്താണ്? അഭിമതനാണ്. ദേവന്മാർ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഭഗവത് പ്രാപ്തി കൊതിക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞത്. സാമാന്യ ജനങ്ങൾക്ക് എന്താണ്? ദുർലഭനാണ്. ദുർലഭനാണെങ്കിലും സ്വാരാജ്യഭ്യസ്യ അഭിമത, സ്വാരാജ്യത്തെ സ്വർഗരാജ്യം, സ്വർഗരാജ്യത്തിരിക്കുന്നവർക്ക് പോലും അങ്ങാരാണ്? അഭിമതനാണ്. ഭഗവാനെ കിട്ടുന്നതുകൊണ്ട് ഇന്ദ്രാദേവന്മാർക്ക് പോലും ഉണ്ട്. പക്ഷെ എങ്ങനെയാണ്? സർവ്വദേഹിനം. സാധാരണഗതിയിൽ ദേഹികൾക്ക്, ദേഹം ധരിച്ചവർ, ദേഹികൾക്ക് നമ്മളൊക്കെ ദേഹികളാണ്, ദേഹമുള്ളവർ, ജനിച്ചവർ, എല്ലാവർക്കും എന്താണ്? ദുർലഭനാണ്. പക്ഷെ ആർക്കങ്ങ് ലഭ്യനാണ്? ഏകാന്തേനാത്മവിഗതി. ആത്മാവിനറിഞ്ഞവർക്ക്, ആത്മജ്ഞാനികൾക്ക് അങ്ങെന്താണ്? അപ്പോൾ ആത്മജ്ഞാനികൾ അങ്ങ് എപ്പോൾ ആശ്രയിക്കുന്നു. അപ്പോൾ ദേവന്മാർക്ക് പോലും ദുർലഭനായ, സാമാന്യേന ദുർലഭനായിരിക്കുന്ന അങ്ങേ ആരും ഇരിക്കുന്നു? ദേവന്മാർ പോലും കൊതിക്കുന്നു, അങ്ങയെ പ്രാപിക്കണമെന്ന് കൊതിക്കുന്നു. ആത്മജ്ഞാനികളാകട്ടെ അങ്ങയെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. ഇത്രയുള്ളൂ അതിന്. അതായത് ഭഗവാനെ പ്രാപിക്കുക എളുപ്പമല്ല. ദേവന്മാർക്ക് പോലും ഭഗവാന്റെ ആഭിമുഖ്യമുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ ആരറിയുന്നു? ആത്മജ്ഞാനികൾ അറിയുന്നു. അതിൻ്റെ തർജ്ജമ വായിച്ചു കഴിഞ്ഞില്ല. ദേഹിക്കു നീ ദുർലഭൻ എന്നാലും ഭക്തർക്ക് ഗമ്യനാം. ദേഹികൾക്ക് അഗമ്യനാണ്. പക്ഷെ ആർക്ക് ഗമ്യനാണ്? ഭക്തർക്ക് ഗമ്യനാം, ഭക്തന്മാർക്ക് ഗമ്യനാണ്. കാക്ഷിപ്പൂ നിന്നെ വിണ്ണോരും. ദേവന്മാർ പോലും നിന്നെ കാക്ഷിക്കുന്നില്ല. ജ്ഞാനിക്കോ പരമാശ്രയം. ജ്ഞാനികളാകട്ടെ പരമമായിരിക്കുന്ന ആശ്രയമായിട്ട്, ആത്യന്തികമായിരിക്കുന്ന ആശ്രയമായിട്ട് അങ്ങേ കഴിഞ്ഞു. ഒന്നുകൂടി വായിച്ചു നോക്കാൻ അങ്ങനെ എളുപ്പമാണ്. അത് ഭവാൻ ഭക്തിമതാൻ ലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വാരാജ്യസ്യപ്യഭിമതോ ഏകാന്തേനാത്മഗതീം. ഭവാൻ സർവദേഹിനാം ദുർലഭ. എന്നാലോ സ്വാരാജ്യസ്യാപ്യഭിമത, സ്വർഗത്തിലുള്ളവർ പോലും അഭിമതനാണ്. ഏകാന്തേനാത്മഗതി, ഏകാന്തമായിട്ട് ഉപാസിക്കുന്ന ആത്മജ്ഞാനികൾക്ക് അങ്ങ് ആരാണ്? ജ്ഞാനികൾക്ക് അങ്ങ് ഗമ്യനാണ്.
സാമാന്യ ജനങ്ങൾക്ക് അഗമ്യനാണ്, പ്രാപിക്കാൻ വിഷമമുണ്ട്, പ്രാപിക്കാൻ സാധിക്കില്ല എന്നല്ല, ദുർലഭനല്ല, മറിച്ച് ദുർലഭനാണ്. നേരത്തെ പറഞ്ഞേ സുഖം ദുഃഖം ദുഃഖനാണ്, ദുഃഖേന ലഭിക്കുന്നത്, ക്ലേശിച്ചാലേ ലഭിക്കുന്നു. അത് പറഞ്ഞു. അതിന് ചേട്ടൻ പറയുന്നതാണ്, അങ്ങനെയുള്ള അങ്ങയെ സേവിക്കുന്ന ആൾക്കാർ പിന്നെന്ത് ചെയ്യില്ല, വേറെ ഒന്നിനും ആഗ്രഹിക്കില്ല. ഭഗവാനാണ് പരമലക്ഷ്യസ്ഥാനം എന്ന് വിചാരിക്കുന്ന ആളുകൾ പിന്നെ മറ്റൊന്നിനെ പറ്റിയുള്ള കൊതി ഉണ്ടാവില്ല. സ്വർഗരാജ്യം വേണമെന്നോ, സമ്പത്ത് വേണമെന്നോ, രാജ്യം വേണമെന്നോ, സാമ്രാജ്യം വേണമെന്നോ പോലും ആഗ്രഹിക്കില്ല. കാരണം എന്താണ്, ഏറ്റവും പ്രാപ്യനായത് ആത്യന്തികമായി പ്രാപിക്കപ്പെടേണ്ടത് ഭഗവാനാണ്. പിന്നെ പറയുന്നത് ആ താല്പര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്ലോകത്തിൻ്റെ അർത്ഥം എടുപ്പാണ്. നോക്കാലോ. തന്തുരാരാധ്യമാരാധ്യാസതാമവിദുരാപയ ഏകാന്തഭക്ത്യാഗോ വാഞ്ചൻ പാദമൂലം വിനാ എന്താ പറയുന്നത്? തം ദുരാരാധ്യം ആരാധ്യ. തമ്മിന് അവരെ സാധാരണ അർത്ഥം വച്ചല്ല. തം ദുരാരാധ്യമാരാധ്യ സതാമവി ദുരാപയ ഏകാന്തഭക്ത്യാഗോ വാഞ്ചേതൻ പാദമൂലം വിനാമഹി. പറയാണ് തം അവനെ, അവനെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറയും. തം ദുരാരാധ്യ. എങ്ങനെയുള്ളവനാണ് ഭഗവാൻ? ദുരാരാധ്യനാണ്. ദുരാരാധ്യം എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ വിഷമമുണ്ട് നടത്തും. ഭഗവാൻ ആരാധിക്കുന്നത് എളുപ്പമല്ല, സർവ്വദിക്കിലുള്ളതാണ്, സർവ്വത്തിൽ നയിക്കുന്നവനാണ്. പക്ഷെ നമുക്ക് അനേക ലൗകിക കാമമോഹങ്ങളിൽ പെട്ട സാമാന്യ ജനങ്ങൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ്, ആരാധിക്കാൻ തന്നെ വിഷമാണ്. ഒരു ദിവസം 1000 നാരായണം ജപിച്ചാൽ നമുക്ക് വിചാരിക്കാൻ എളുപ്പമാണ്, തരാമോ? അപ്പോൾ 100,000 വ്യാപനം കാരണം ജപിച്ചില്ല. ഇപ്പോൾ തൽക്കാലം പിന്നെ നഷ്ടമൊന്നുമില്ലല്ലോ. മറ്റേതൊന്നും ചെയ്തില്ല, നഷ്ടം ഉണ്ടാവില്ലേ? കൃഷി ഉണ്ടാക്കിയാൽ നനച്ചില്ലാത്ത നഷ്ടമുണ്ട്, ഉപ്പാൻ നനച്ചിട്ട് നഷ്ടമുണ്ട്. തൽക്കാലം ബുദ്ധിമുട്ട് അന്നേരം അറിയല്ലോ. അപ്പോൾ ഉണ്ടാക്കാനോ പോവാം. ഭഗവാനെ വിചാരിക്കാൻ മാത്രം നമുക്ക് സമയമില്ലാണ്ട് പോകില്ലേ? ഉപ്പായത്തിൻ്റെ കര നേരെയാക്കണം, ഡബിളിൻ്റെ പിടിച്ച് വിരിച്ച് നേരെയാക്കണം, പിന്നെ മുടിയിക്കുന്ന നേരെയാവണം, ഒക്കെ ഉണ്ടാക്കാനോ പോവാം. ഒക്കെ വലിയ കാര്യമാണ്. ബ്ലൗസിന് പറ്റിയ സാരി നോക്കിയെടുക്കണം. ഇതിനൊക്കെ എത്ര ആയുസ് കളഞ്ഞിട്ട് തരും. ആയുസ് 60 കൊല്ലത്തിനൊക്കെ എത്ര സമയം പോകും. ഈശ്വരനെ വിചാരിക്കാനായിട്ട് അതിൻ്റെ ദുഃഖമുണ്ടോ? അത് വേറെ പണിയൊന്നുമില്ല, ചെയ്യാൻ ചേരുവാൻ. അങ്ങനെയല്ലേ? സ്വതേ അങ്ങനെയാണ്. അങ്ങനെയാണ്. നല്ല മഴ പെയ്യാണ്. അപ്പോൾ പതുക്കെ എണീറ്റാൽ മതി, പോകണ്ടല്ലോ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിടാന്ന് വിചാരിക്കും. അയാൾ ഭഗവാനെ 2 താമസിയും ജീവിക്കാൻ തോന്നുന്നു. ഒക്കെ നമുക്ക് അനേക ക്ലേശങ്ങളിൽ നിർത്തണം. അത് മനുഷ്യൻ്റെ ദോഷമല്ല, സ്ഥിതി അതാണ്. അതുകൊണ്ട് ദുരാരാധ്യമാരാധ്യ. ഇപ്പം ആരാധിക്കാൻ വിഷമുള്ളവനായ, അപ്പോൾ ദുരാരാധ്യത്തെ എന്താണ്? ദുഃഖേന ആരാധിതും ശക്യ. ക്ലേശിച്ചുകൊണ്ടേ ആരാധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള അവനെ, ആ ഭഗവാനെ ആരാധിച്ചിട്ട് തന്തുരാരാധ്യമാരാധ്യ, ആരാധിക്കാൻ വിഷമമുള്ളവനായ ഭഗവാനെ ആരാധിച്ചിട്ട്, അതെങ്ങനെയുള്ള ഭഗവാനാണ്? സതാമവിദുരാഭയ, സത്തുക്കൾക്ക് പോലും പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ളവനായ ഭഗവാൻ. നേരത്തെ പറഞ്ഞല്ലോ, ദുർലഭനല്ലേ? സത്തുക്കൾക്ക് പോലും പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ളവനായ, ആരാധിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവനായ ഭഗവാനെ ആരാധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരാധിക്കാൻ എളുപ്പമല്ല. അങ്ങനെയുള്ള ഭഗവാനെ സേവിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാൾ മറ്റൊന്നിനു വേണ്ടി കൊതിക്കില്ല എന്ന് പറയാണ്. അതാണ് കാരണം. എന്താണ് ഇങ്ങനെ? അതുകൊണ്ട് പറയാണ് ഏകാന്തഭക്ത്യാഗോ വാഞ്ചൽ, ഏകാന്തഭക്തിയ ആരാധ്യ. അപ്പുറത്ത് കിട്ടുകയാണ്. ഇപ്പോൾ ദുരാരാധ്യം തം ഏകാന്തഭക്തിയ ആരാധ്യ, ആരാധിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവനായ ആ ഭഗവാൻ ആരാധിച്ച ശേഷം കഹ, ആരാണ് വാഞ്ചൻ ആഗ്രഹിക്കുന്നത്? എന്തിനാഗ്രഹിക്കുന്നത്? പാദമൂലം വിനാ ബഹി, വിനൊക്കെ കൂടാതെ അങ്ങയുടെ പാദകമലങ്ങളല്ലാതെ ബഹി മറ്റൊന്നിനെ, പുറത്തുള്ള ഒന്നിനെ ആരാണ് ആഗ്രഹിക്കുക? എന്നുള്ളല്ലോ ആഗ്രഹിക്കില്ല. അത് നമ്മളങ്ങനെ പറഞ്ഞു. ഇതെല്ലാം ആൾക്ക് അറിഞ്ഞുകൂടാത്തതെന്ന് ഇതെന്താ അർത്ഥം? എല്ലാവർക്കും അറിയാമെന്നാണ്. ചോദ്യരൂപത്ത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഹിമാലയത്തെ പറ്റി ആരാണ് കേൾക്കാത്തത് കേട്ടാൽ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന അർത്ഥം. അതുപോലെ പറയാണ് പാദമൂലം വിനാമഹി. അതായത് ഭഗവാനെ ആരാധിച്ച ശേഷം വേറെ എന്തിനെക്കുറിച്ചാണ് ആഗ്രഹം ഉണ്ടാവുക? വേറെ എല്ലാ ആഗ്രഹമില്ലാണ്ടാവുന്നത്. ഭഗവാനിന് വേണ്ട പോലെ മനസ്സ് വെച്ചുള്ള ആൾക്ക് മറ്റൊരു ബാഹ്യ വസ്തുക്കളിലും ആഗ്രഹം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഭഗവാൻ ആരാധിച്ചില്ലേ വേണ്ട തൽക്കാലമുള്ള ലാഭങ്ങളും കാമലോഭങ്ങളൊക്കെ നേടുന്ന വിചാരം ഉണ്ടാവും. അത് ഭഗവാനാണ് പരമമായിരിക്കുന്ന പ്രാപ്യസ്ഥാനം എന്നറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഏകാന്ത ഭക്തി. ആ ഏകാന്തമായിരിക്കുന്ന ഭക്തിയോട് കൂടിയിട്ട് തൻ ദുരാരാധ്യം ആരാധ്യ, ദുരാരാധ്യനായിരിക്കുന്നവനെ ആരാധിച്ചിട്ട് ആരാണ്? എങ്ങനെയുള്ളവനാണ്? സദാ വിദുരാഭയ, സത്തുക്കൾക്ക് പോലും
ആരാധിക്കാൻ ബുദ്ധിമുട്ടുള്ളവനായ ഭഗവാൻ ആരാധിച്ച ശേഷം പാദമൂലം വിഹാവിനി, അങ്ങയുടെ പാദകമലങ്ങളല്ലാതെ, ആ പാദങ്ങളല്ലാതെ വേറെന്തിനെ ആരാഗ്രഹിക്കും? ആരും ആഗ്രഹിക്കില്ല എന്ന് പറയാൻ കിമുത്താന്ന് പറയാം. അതിന് പറയേണ്ടില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെ മനസ്സ് വെക്കുന്നത് എങ്ങനെ? ഏകാന്തമായ ഭക്തിയോട് കൂടിയിട്ട് ദുരാരാധ്യനായിരിക്കുന്ന ഭഗവാനെ ആരാധിക്കുന്നവർ വേറൊന്നും ആഗ്രഹിക്കില്ല. എന്തുകൊണ്ട് ആഗ്രഹിക്കാത്തത്? ഇതിൻ്റെ കേമായിട്ടുള്ളത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭഗവത്പാദങ്ങളുടെ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ വേറൊന്നും വേണമെന്നുള്ള മോഹമില്ലാണ്. ആ മോഹങ്ങളൊക്കെ കടിച്ചു പിടിച്ച് സഹിക്കല്ല, സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോകുന്നതാണ്. വേറെല്ലാത്തിലുള്ള ദുഃഖങ്ങളൊക്കെ മോഹങ്ങളൊക്കെ കൊഴിഞ്ഞു പോവുക. ഒരു തന്തുരാരാധ്യമാരാധ്യാസുതാമവിതുരാഭയ ഏകാന്തഭക്ത്യാഗോപാഞ്ചേൻ പാദമൂലം വിനാവഹീം. തിരുമുമ്പിലെ തർജ്ജമ എങ്ങനെയാണ്? അദ്ദുരാരാധ്യനാൻ നിന്നെ ദുരാപങ്കാഠഭക്തിയാൻ പ്രസാദിപ്പിച്ചുമാർ നിൻ കാലന്യേ സ്വർഗാദി ഓർത്തിടും. അതായത് അങ്ങയുടെ പാദകമലങ്ങളിൽ മനസ്സ് വെക്കല്ലാതെ സ്വർഗാദി ലോകങ്ങളെപ്പറ്റി പോലും അവർ വിചാരിക്കില്ല. ആര്? ഭഗവാൻ എപ്പോഴും ഭക്തിയോടെ ആദരിക്കുന്നത്. ഭഗവാനിൽ ഭക്തി വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ പാദകമലങ്ങളിൽ യഥാർത്ഥമായിരിക്കുന്ന ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാണ്ടാവുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഓം വാഞ്ച ആരാണ് ആഗ്രഹിക്കുക? എന്ത്? പാദമൂലം വിനാവഹി, അവിടുത്തെ പാദങ്ങളല്ലാതെ മറ്റൊന്നിനെ ആരാഗ്രഹിക്കും? ആരും ആഗ്രഹിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? സദാവവിതുരാവയ, അങ്ങയെ പ്രാപിക്കാനുള്ള സത്തുക്കൾക്ക് പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സജ്ജനങ്ങൾക്ക് പോലും പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ളവനായ അങ്ങയെ വേണ്ടതുപോലെ ഉപാസിച്ചതിന് ശേഷം ആരാണ് മറ്റു വസ്തുക്കളിൽ കാംക്ഷ ഉണ്ടാകുന്നത്? ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ ഭഗവത് ഭക്തിയുടെ യോഗ്യത പറഞ്ഞാൽ, ഭഗവത് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാമവും ഇല്ലാണ്ടാവുന്നതാണ്. അതുവരെയാണ് അത് വേണം ഇത് വേണമെന്നുള്ള കാമൊക്കെ ഉണ്ടാവുന്നത്. ഭഗവാൻ ലഭ്യനായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാമങ്ങളും അതോടുകൂടി. അതാ പറഞ്ഞത്. 56 എത്തനവിഷ്ടമരണം കൃതന്തോ നാഭിമന്യത്തെ വിശ്വം വിധ്വംസയൻ വീര്യശൗര്യ വിസ്ഫൂർജിതഭൃഹാം. എത്തനവിഷ്ടമരണം കൃതന്തോ നാഭിമന്യത്തെ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യ വിസ്ഫൂർജിതഭ്രുവാം. ഒരു പ്രധാന ക്രിയ എന്താ വെച്ചാൽ എന്താണ്? നാഭിമന്യെന്ന് അഭിമന്യതേ, വിചാരിക്കുന്നില്ല, കരുതുന്നില്ല എന്നൊക്കെ അർത്ഥം. ആ അർത്ഥത്തിലാണ്. ആര് കരുതുന്നില്ല? കൃതാന്ത. കൃതാന്തിൻ്റെ അന്തകൻ, എല്ലാവരെയും അവസാനിപ്പിക്കുന്ന അന്തകനാണ്. ആ അന്തകൻ നാഭിമന്യത, വിചാരിക്കുന്നില്ല. എന്തിനും ആരെപ്പറ്റി വിചാരിക്കുന്നില്ല, എന്ത് വിചാരിക്കുന്നില്ല എന്നൊക്കെ ആലോചിച്ചാൽ മതി. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? എത്ര ഇഷ്ടമരണം. അവിടെ മരണം എന്നല്ല വാക്ക് കേട്ടോ, അരണം എന്നാണ് പദം. അത് സന്ധിയിൽ വരുമ്പോൾ ഒരുമിച്ച് എഴുതുമ്പോൾ മരണമാവുന്നതാണ്. നിർവിഷ്ടം കൂട്ടണം, അരണം എന്നാണ് വാക്ക്. അപ്പോൾ സന്ധി ചേർന്ന് വരുമ്പോൾ എന്താവും? മരണം എന്നാവും. അങ്ങനെ വരുമല്ലോ. ഇപ്പോൾ വാഴ ആകുന്നില്ല, വാഴയില എന്ന് വരും. അല്ല ഇല എന്നൊരു സാധനം ഉണ്ടോ? അതില്ല, ഇല എന്നാണ് വാക്കേ. സന്ധിയൊക്കെ അറിയണം, ഭാഷ കുറച്ച് അറിഞ്ഞാലേ അറിയൂ. അപ്പോൾ നിർവിഷ്ടം അരണം. അരണം വെച്ചാൽ രക്ഷ പ്രാപിക്കുക, അഭയം പ്രാപിക്കുക എന്നൊക്കെ അർത്ഥം. ആരിലാണോ അഭയം പ്രാപിച്ചിട്ടുള്ളത്, ഭഗവാനിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവരെ പറ്റി കൃതാന്ത അന്തകൻ നാഭിമന്യത, വിചാരിക്കുന്നില്ല. എന്ത് വിചാരിക്കുന്നില്ല? ഇവരെനിക്ക് അധീനരാണെന്ന് വിചാരിക്കുന്നില്ല എന്ന്. രസമാണ്. അതായത് എന്താ പറഞ്ഞാൽ എല്ലാവരും ആർക്ക് അധീനരാണ്? അന്തകന് അധീനനാണ്. അന്തകൻ വരുമ്പോൾ എനിക്ക് നേരമില്ല, നാളെ ഒന്നുകൂടി പറയാൻ പറ്റുമോ? പറ്റില്ല. ഇന്നത്തെ കൂടി കഴിഞ്ഞോട്ടെ, ഇന്ന ക്ലാസ് കൂടി കഴിഞ്ഞോട്ടെ, ഇപ്പോൾ എന്താ തിരക്ക്, ഞാൻ നാളെ വരാമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഏത് ചക്രവർത്തി ആയാലും കിരീടധാരി ആയാലും വിശ്വവിജയി ആയാലും അന്തകൻ വരുമ്പോൾ പോണ്ടി വരുവാൻ. എനിക്കിപ്പോൾ നേരമില്ലാന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്നോട് ആലോചിക്കാണ്ട് മുൻകൂട്ടി പറയാണ്ട് വരാൻ പാടില്ല എന്ന് പറയുമോ? പറയാൻ പറ്റില്ലാണ്. എല്ലാവരും ആർക്കും അധീനരാണ്, അന്തകൻ അധീനരാണ്. പക്ഷെ അങ്ങനെയുള്ള അന്തകൻ പോലും എന്തിനു നിന്നില്ല? ഭഗവത് ഭക്തന്മാർ തനിക്ക് അധീനരാണെന്ന് വിചാരിക്കുന്നില്ല എന്നായി പറഞ്ഞത്. ഭഗവത് ഭക്തന്മാരെ ഇഷ്ടംപോലെ ദ്രോഹിക്കാനും അന്തകന് പോലും സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ ഷഷ്ടസ്കന്ധത്തിൽ ആദ്യം അജാമനമോക്ഷത്തിൽ ഇനിയും പറയും. അജാമനമോക്ഷത്തിൽ പറയുന്നുണ്ട്, ഒരിക്കലെങ്കിലും ഭഗവാനെ നമസ്കരിച്ചിട്ടുള്ളവരെ, നാരായണായ എന്ന് ജപിച്ചിട്ടുള്ളവരെ അന്തകഭടന്മാരെ സമീപിക്കാൻ പോലും ഭയപ്പെടുന്നു അവിടെ പറയാൻ പോകുന്നു. വേറെങ്കിലും പറയുന്നു. ഒരിക്കലും കൃഷ്ണായനോ മതി ഏകദാപി ഉപയോഗം. കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഏകദാപി ഒരിക്കലെങ്കിലും ആ ശിരസ് കുനിച്ചിട്ടുള്ളവരുടെ നേരക്ക് പോകാൻ ആർക്ക് ധൈര്യമില്ല? അന്തകഭടന്മാർക്ക് പോലും ധൈര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഒക്കെ എവിടെയും പറഞ്ഞത്.
അപ്പം സ്വതേ അന്തകൻ അധീനരാണ് എല്ലാവരും. പക്ഷേ ആരാണോ ഭഗവാനിൽ അഭയം തേടിയിട്ടുള്ളത് നിർവിഷ്ടമരണം നിർദ്ദേശമായിട്ട് ആരാണോ ഭഗവത്പാദങ്ങളിൽ അഭയം തേടിയിട്ടുള്ളത് അവരെ എന്ത് ചെയ്യുന്നില്ല, കഥാന്തോനാഭിമന്യതേ, അന്തകൻ പോലും തനിക്ക് അധീനരാണ്, തനിക്ക് അവരിഷ്ടം പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല. ആരെപ്പറ്റി? ഭഗവാൻ അഭയം പ്രാപിച്ചവരെ പറ്റി. എന്നിട്ട് മറ്റൊക്കെ അന്തകൻ്റെ വിശേഷമാണ്. എങ്ങനത്തെ അന്തകനാണ്? വിശ്വം വിസ്ഫൂർജയൻ വിധ്വംസയൻ വീരശൗര്യ വിസ്ഫൂർജിത ഭ്രുവാ. പുരികക്കൊടിയാണ്. ഈ അന്തകൻ്റെ പുരികക്കൊടി ഒന്ന് ചുളിഞ്ഞാൽ തന്നെ ആളിന് പേടിച്ചു പോകുന്ന പുരികക്കൊടി ചൊളിയപ്പാണ് സന്ദേശമോ ദേഷ്യമൊക്കെ വരുമ്പോൾ നോക്കുകയും ചെയ്യും, പുരികൊടി വരുന്നത്. അപ്പം അങ്ങനെ ക്രോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോകും. ആരെ? അന്തകനെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? വിശ്വം വിധ്വംസയൻ, ലോകത്തെ മുഴുവൻ ധ്വംസിക്കുന്നു. ലോകത്തെ ധ്വംസിക്കുന്ന ജീവജാലങ്ങളെ ധ്വംസിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുന്നു? മരണത്തിന് അധീനരാക്കുന്നു. എങ്ങനെ? ശൗര്യ വിസ്ഫൂർജിത ഭ്രുവാ, ശൗര്യം കൊണ്ട്, തൻ്റെ വീരപാരാക്രമ ശൗര്യങ്ങളെ കൊണ്ട് ലോകത്തെ മുഴുവൻ ധ്വംസിക്കുന്നവനായ അന്തകൻ പോലും അങ്ങയുടെ പാദപത്മങ്ങളിൽ ആശ്രയം തേടിയിട്ടുള്ളവരെ തനിക്ക് അധീനരാണെന്ന് വിചാരിക്കുന്നില്ല. എന്താ പറഞ്ഞിട്ടു? അത് ഭഗവത് ഭക്തന്മാർ ആരെപ്പോഴും പേടിക്കണ്ടില്ല, അന്തകനെ പോലും പേടിക്കണ്ടില്ല. പറഞ്ഞ അന്തകനാണ് ലോകത്തൊക്കെ പേടിപ്പിക്കുന്ന ആളെ. അങ്ങനത്തെ അന്തകൻ പേടിക്കേണ്ടതില്ല. ആരാണോ ഭഗവത്പാദങ്ങളിൽ നിർവിശേഷമായിട്ട് അഭയം പ്രാപിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളെ പറ്റി അന്തകൻ എന്ത് വിചാരമില്ല, ഇവരൊക്കെ എനിക്കെന്ത് ചെയ്തിടാന്ന് വിചാരമില്ല. അന്തകൻ അവരെ പോലും പേടിക്കുന്നില്ല. ബിഭ്യതിസ്മാ എന്നൊക്കെയുണ്ട് ഷഷ്ടസ്കന്ധത്തിൽ പറയുക. ഞാൻ ഇവിടെ പറയുന്നില്ല. അന്തകഭടന്മാർ അങ്ങനെയുള്ള ഭഗവത് ഭക്തന്മാരുടെ അടുത്തേക്ക് പോകുന്നതിന് പേടിക്കുന്നതാണ്. ഒരു തർജ്ജമായിട്ടുള്ളതാ. വീരനായി ഭ്രൂജാലനെത്താൽ വിശ്വം വെല്ലുന്ന കാലനും പേടിപ്പൂന്നിൻ കാൽ ശരണമാക്കിയോരെ തൊടാനുമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ തർജ്ജമ. അതായത് ഭഗവാനെ അഭയം പ്രാപിച്ചുള്ളവരുടെ ചെന്നിട്ട് തൊടാൻ പോലും ആര് പേടിക്കും? അന്തകൻ പേടിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടുള്ളതാൽ വീരനായി ഭ്രൂജാലനെത്താൽ, വീര്യത്തോടുകൂടി പുരികക്കൊടി വറപ്പിക്കുന്നവനായ അന്തകൻ പോലും വിശ്വം വെല്ലുന്ന കാലനും പേടിപ്പൂ നിൻകാൽ എന്ത് ആയിട്ടുള്ളവരെ ശരണമാക്കിയോനെ, ഭഗവത്പാദങ്ങളെ ശരണമായി അഭയം പ്രാപിച്ചിട്ടുള്ളവരെ ആരുപോലും പേടിക്കുന്നു? അന്തകൻ പോലും പേടിക്കുന്നു. അതാ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കാം. എത്ര നിർവിഷ്ടമരണം കഥാന്തോനാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീരശൗര്യ വിസ്ഫൂർത്തിന ഭ്രുവ. വീര്യശൗര്യങ്ങളെ കൊണ്ടും പുരികക്കൊടികളുടെ അളക്കം കൊണ്ടുമൊക്കെ ലോകത്തെ ഭയപ്പെടുത്തുന്നവനായ അന്തകൻ പോലും അങ്ങയുടെ തൃക്കാലുകളെ അഭയം പ്രാപിച്ചവരെ സമീപിക്കാൻ പേടിക്കുന്നത്. ഇവരിഷ്ടം പോലെ ചെയ്തിടാന്ന് വിചാരിക്കില്ല. ആര്? അന്തകൻ പോലും. എങ്ങനത്തെ അന്തകനാണ്? ലോകത്തെ മുഴുവൻ വിശ്വം വിധ്വംസയൻ, ലോകത്തെ മുഴുവൻ ധ്വംസിക്കുന്നവനായ അന്തകൻ പോലും ഭഗവത്പാദങ്ങളെ ആശ്രയിച്ചിട്ടുള്ളവരുടെ നേർക്ക് ചെല്ലാൻ പേടിക്കുന്നില്ല. അത്രയാണ് ഭഗവാൻ. എല്ലാവർക്കും അഭയമാണ്. ആത്യന്തികമായ അഭയം, ഏറ്റവും ഒടുവിലത്തെ അഭയാരാണ് ഭഗവാനാണ്. ഭഗവാനെ അഭയം പ്രാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം അന്തകൻ പോലും എന്താണ്? നിസ്സാരനാണ്. അതാ പറഞ്ഞതാണ്. ആ നിർവിഷ്ടം മരണത്തെ രക്ഷ. ആരാണോ രക്ഷയ്ക്കായിട്ട് ആരെ പ്രാപിച്ചിട്ടുള്ളത്? ഭഗവാനെ പ്രാപിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഭക്തന്മാരെ സമീപിക്കാൻ ആര് പേടിക്കുന്നു? അന്തകൻ പോലും പേടിക്കുന്നു. എങ്ങനത്തെ അന്തകനാണ്? വിശ്വം വിധ്വംസയൻ, ലോകത്തെ മുഴുവൻ ധ്വംസിക്കുന്നവനായ അന്തകൻ പോലും ആരെ പേടിക്കുന്നുണ്ട്? ഭഗവാനെ അഭയം പ്രാപിച്ചവരെ തൊടാൻ പോലും പേടിക്കുന്നു. ഇതിലല്ലേ കാല് കണ്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. ഭഗവത്പാദങ്ങളാണ് ആത്യന്തികമായിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അഭയസ്ഥനം. ഇതാണ് പറഞ്ഞത്. എത്ര ഇഷ്ടമരണം കൃതന്തോനാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യ വിസ്ഫൂർജിത ഭ്രുവ. ഒരു പ്രാവശ്യം പറഞ്ഞത് വെച്ചാൽ വീര്യവിശ്രംഭിത ഭ്രുവ വിശ്വം വിധ്വംസയൻ കൃതാന്താഭി എന്ത് ചെയ്യുന്നു? നിർവിഷ്ടമരണം അഭിമന്യത. ലോകത്തെ മുഴുവൻ ധ്വംസിക്കുന്നവനായ അന്തകൻ പോലും അങ്ങയുടെ തൃക്കാലുകളെ അഭയം പ്രാപിച്ചവരെ സമീപിക്കാൻ പോലും ഭയപ്പെടുന്നു. ശരിയല്ലേ? തിരിച്ചൊക്കെ പറഞ്ഞ് ശീലിച്ചാൽ മതി. അതായത് കൃതാന്തോനാഭിമന്യതേ, അന്തകൻ സമീപിക്കുന്നില്ല. ആരെ സമീപിക്കുന്നില്ല? നിർവിഷ്ടമരണം. എത്ര ആരാണോ ഭഗവത്പാദങ്ങളിൽ സ്വയം സമർപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളെ സമീപിക്കാൻ പേടിക്കുന്നു. എങ്ങനത്തെ അന്തകനാണ്? ബാക്കി അന്തകൻ്റെ വിശേഷണമാണ്. എങ്ങനത്തുള്ള അന്തകനാണ്? വീര്യശൗര്യങ്ങളെ കൊണ്ട് വിശ്വം വിധ്വംസയൻ, ലോകത്തെ മുഴുവൻ ധ്വംസിക്കുന്നവനായ അന്തകൻ പോലും
ഭഗവത്പാദങ്ങൾ അഭയം പ്രാപിച്ചവരെ ഭയപ്പെടുന്നു. അഥവാ അവരെ ഇഷ്ടം പോലെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിക്കില്ല. അപ്പോൾ എന്താ അതുകൊണ്ടൊക്കെ വരുന്നത്? ഭഗവാനാണ് അഭയം പ്രാപിക്കേണ്ടത്. ആത്യന്തികമായ അഭയം ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. ഒരു കവി എന്നില്ലേ, ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ വീരപരാക്രമഭാവങ്ങളോ അന്ധകരന്ത്യത്തിലെത്തുമ്പോൾ അന്തികത്തിൽ നിന്നും തന്നെ അടുത്തുകൊണ്ടാണ്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളൊക്കെ വലിയ യോഗ്യന്മാരാണെന്നില്ല. അന്ധകനോട് ഇവരെ കണക്കി കൂട്ടുമോ? അന്ധകൻ വരുമ്പോൾ ഇവരെ കണ്ടിട്ട് പേടിച്ചിട്ട് ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടോ മക്കളുടെ പൗരുഷം കണ്ടിട്ടൊക്കെ പേടിച്ച് പോവുക? ഇല്ല, അവനവൻ്റെ ദുഃഖമൊക്കെ അവനവനെ അനുഭവിക്കേണ്ടി വരും. അവരേറെ ഒന്നാൽ കരിയായിരിക്കും, മൂക്ക് തുറക്കിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? അവർ മൂക്ക് തുറയ്ക്കുമോ കണ്ണീരിട്ടിക്കുകയോ ചെയ്യും മരിക്കുമ്പോഴോ വേദനിക്കുമ്പോഴോ. പക്ഷേ വേദനക്ക് ആരനുഭവിക്കണം? നമ്മളെ അനുഭവിക്കണ്ടേ? ഒരാത്മത്തിൽ പണം കിടക്കുമായിരിക്കും, പക്ഷേ വേദന ആരനുഭവിക്കും? നമ്മളെ അനുഭവിക്കണ്ടേ? അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? ഭഗവാൻ മാത്രമേ. ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ വീരപരാക്രമഭാവങ്ങളോ അന്ധകനന്ത്യത്തിലെത്തുമ്പോൾ അന്തികത്തിൽ നിന്നും തീർച്ച തന്നെ. ഇവർക്കാർക്കും രക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ഭഗവാൻ അഭയം പ്രാപിച്ചവർ ആര് പേടിക്കുന്നുണ്ട്? അന്ധകൻ പോലും പേടിക്കുന്നു. ഭഗവാനാണ് അഭയം പ്രാപിക്കേണ്ടതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ 57-ാമത്തെ ശ്ലോകം നിങ്ങൾ നമ്പർ നോക്കട്ടെ, അടുത്ത ശ്ലോകം മനസ്സിലാക്കിയാൽ. ക്ഷണാർത്ഥേന അവിതുലയേ സ്വർഗം പുനർഭവം ഭഗവത് സംഗീസംഗസ്യ മർത്യാനാം കിമതാശിര. ഈ പറയുന്നത് എന്താ വെച്ചാൽ ഭഗവാനോടും ഭഗവത് ഭക്തന്മാരോടുള്ള ചേർച്ച സംഘമാണ് സ്വർഗത്തെക്കാൾ വലുതെന്ന് പറയാൻ. സ്വർഗത്തെക്കാൾ മാത്രമല്ല നാപുനർഭവം. അപുനർഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. എപ്പോഴാണ് വീണ്ടും ജനിക്കാതിരിക്കുക? മോക്ഷം പ്രാപിച്ചാലാണ്. മോക്ഷം പ്രാപിക്കുന്നത് വരെ ജീവികൾ എന്ത് ചെയ്യുന്നു? ഈ ശരീരം എടുത്ത് വേറെ ശരീരത്തെ സ്വീകരിക്കും. ഇതൊക്കെ ഗീതയിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ്. സാധാരണ എന്താണ്? യാതസ്യ ധ്രുവോ മൃത്യു ധ്രുവൻ ജന്മ വൃശ്യര. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ജനിച്ചവൻ എന്തിൻ്റെ മരണമുണ്ട്, മരിച്ചവനോ വീണ്ടും ജന്മമുണ്ട്. ഇതാണ് സ്വതയുള്ള നിയമം. ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വെച്ചാൽ ആത്മഹത്യാതിന് രക്ഷയൊന്നുമില്ലാത്ത വേറെ ഇപ്പോൾ ജനിക്കും. നമ്മളറിയുന്നില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഈ കഷ്ടപ്പാടെപ്പോൾ ഉണ്ടാവും? ജീവൻ്റെ പാപ കൊടുക്കുന്നവരുണ്ടാവും. അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കലാണിത് മോക്ഷം. എന്നൊക്കെ മോചനം കിട്ടണേ. മോക്ഷം പ്രാപിച്ചാൽ പിന്നെ എന്തില്ല? ജനനമില്ല, മരണമില്ല. ജനിച്ചാൽ പിന്നെ മരിക്കേണ്ടി വരും. ജനനമില്ല, മരണമില്ല. അങ്ങനെ ജനനമരണരഹിതമായിരിക്കുന്ന ജനനമരണങ്ങൾ അതിക്രമിക്കുന്ന മോക്ഷം പോലും എന്തിന് തുല്യമല്ല? ഭഗവത് സത്സംഗത്തിന് തുല്യമല്ല എന്നറിയാം. ഭാഗവത് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സത്സംഗത്തെയാണ്. എപ്പോഴും ഓർമ്മിക്കണം. 5 ദിക്കിത് ആവർത്തി പറയും. അവസാനത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ മാർക്കണ്ഡേയ കഥ പറയുമ്പോൾ പറയും സത്സംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദേവന്മാരെ പ്രാപിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സജ്ജനങ്ങളായ സംസർഗത്തിന്. ഭഗവാൻ ദശമസ്കന്ധത്തിലെ 85-ാം അധ്യായത്തിലെ സമന്തവന്ധ്യത്തിലെ തീർത്ഥയാത്ര നടത്തിനെ കുറിച്ച് പറയും. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, സജ്ജനങ്ങളാണ് തീർത്ഥം എന്ന് മനസ്സിലാക്കൂ. നദിയിലെ വെള്ളമാണ് തീർത്ഥം വിചാരിക്കുന്ന ഒരു കഴുതകളാണ് ഭഗവാനോട്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഗംഗയിലെയോ സമുദ്രത്തിലൊക്കെ വെള്ളമാണ് തീർത്ഥം വിചാരിക്കുന്ന ഒരു കഴുതകളാണ് അവിടെ. ആരാണ് തീർത്ഥം? സജ്ജനങ്ങളാണ് തീർത്ഥം. സജ്ജനങ്ങളുമായിട്ടാണ് പ്രാപിക്കേണ്ടത്. ആ സജ്ജന സംഘം എന്തിനേക്കാൾ വലുതാണ്? സ്വർഗവാസത്തെക്കാളും മോക്ഷത്തെക്കാളും. അതായി പറഞ്ഞത് നോക്കാലോ. ക്ഷണാർത്ഥേന വിതുലയെ. തുലയത്തെ താരതമ്യപ്പെടുത്തുന്നില്ല. ക്ഷണാർത്ഥം എന്നാണോ? ക്ഷണത്തെ ചെറിയൊരു സമയം എന്നാണ്. ഏറ്റവും ചെറിയ സമയം ക്ഷണം. ഇപ്പോൾ സെക്കൻഡ് എന്നൊക്കെ വിചാരിക്കുക, അല്ല ഇനി മിനിറ്റ് എന്ന് വിചാരിക്കുക. മിനിറ്റിൻ്റെ പകുതിക്കാണ് ക്ഷണാർത്ഥം എന്ന് പറയാം. അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ ചെറിയൊരു സമയത്തിൻ്റെ പകുതി പോലും എന്തില്ല? തുലയെ താരതമ്യപ്പെടുത്തുന്നില്ല. എന്തിനോട്? അത് സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം വളരെ കുറഞ്ഞ നേരത്തേക്കാണെങ്കിൽ കൂടി അതാണ് എന്തിനേക്കാൾ പ്രധാനം? സ്വർഗവാസത്തെക്കാളും മോക്ഷത്തെക്കാളും പ്രധാനം. അതാ പറഞ്ഞുകൊണ്ടിരുന്ന ക്ഷണാർത്ഥേന തുലയെ. തുലയെ എന്താണ്? തൂക്കി നോക്കുക, താരതമ്യം നോക്കുക. തുലാസിലിട്ടിട്ടാണ് തൂക്കി നോക്കുക. അതുകൊണ്ട് ആ തുലാസ് വാക്ക് വന്നേ. ക്ലാസ്സിൽ വെച്ച് നോക്കില്ലേ? ഇപ്പോൾ തൂക്കി നോക്കുന്നില്ല എന്നർത്ഥം. എന്തിനായിട്ട്? സ്വർഗന്നാഭവം. സ്വർഗത്തെയോ മോക്ഷത്തെയോ പോലും എന്തുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല? ഈ സത്സംഗമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ കേമാണെന്ന് സത്സംഗം എന്ന് പറയാൻ. സത്സംഗം എന്ന് പറയുന്നത് സ്വർഗവാസത്തെക്കാളും മോക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട. മോക്ഷത്തെയോ സ്വർഗവാസത്തെയോ പോലും കുറഞ്ഞ നേരത്തേക്കുള്ള സത്സംഗമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതാ പറഞ്ഞ ക്ഷണാർത്ഥേനാഭിജലേന സ്വർഗന്നാപുനംഭവം
വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളെങ്കിൽ കൂടി ഈ സത്സംഗം വളരെ പ്രധാനപ്പെട്ടാണ്. ആ സത്സംഗത്തിനോട് തുല്യമല്ല എന്ത് വളരെ കാലം സ്വർഗത്തിലിരിക്കുന്നതോ സാക്ഷാൽ മോക്ഷത്തെ പ്രാപിക്കുന്നതോ പോലും എന്തിനു തുല്യമല്ല? സത്സംഗത്തിന് തുല്യമല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ക്ഷണാർത്ഥേന ഇതിന് പറയാണ് ഭഗവത് സംഘസ്യ. എങ്ങനെ ഈ സത്സംഗം? ഭഗവാനോട് സംഘം ഉണ്ടാവാം, ഭഗവത് ഭക്തന്മാരോട് സത്സംഗം ഉണ്ടാവാം. കാരണം ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? ഭഗവാനെ പറ്റി ഭാഗവത്തിൽ വേറെ രീതിയിൽ പറയും, ഭഗവാൻ ഭക്തഭക്തിമാൻ, ഭക്തന്മാരോട് ഭക്തിയുള്ള ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഭക്തഭക്തിമാനായ ഭഗവത് ഭക്തന്മാരിൽ ഒരു ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിൽ സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തിനേക്കാൾ പ്രധാനമാണ്? സ്വർഗത്തെക്കാൾ പ്രധാനമാണ്, മോക്ഷത്തെക്കാൾ പോലും പ്രധാനമാണ്. മോക്ഷത്തെയാണ് ഏറ്റവും പരമപ്രാപ്യമായിട്ട് കരുതുന്നത്. ആ മോക്ഷം പോലും എന്തിനു തുല്യമല്ല? സത്സംഗത്തിന് തുല്യമല്ല. ഭാഗവത് എപ്പോൾ പറഞ്ഞാണ് ഈശ്വരനെ പ്രാപിക്കുന്നതിനേക്കാൾ കേമാണ് സത്സംഗം. ഭഗവാൻ പറയുന്നുണ്ട് ദശമസ്കന്ധത്തിൻ്റെ അവസാനത്തിൽ കാണാം, ഞാൻ സജ്ജനങ്ങളുടെ പുറകെ എപ്പോഴും സഞ്ചരിക്കുന്നതാണ് ഭഗവാൻ. എന്തിനാണ് സഞ്ചരിക്കുന്നത്? സജ്ജനങ്ങളുടെ കാലിലെ പൊടി എൻ്റെ തലയിലേറ്റാൽ എനിക്ക് ഗുണമുണ്ടാകുന്നതാണ് ഭഗവാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സജ്ജനം കൊടുത്ത പ്രാധാന്യം ആലോചിച്ച് പോകുന്നത്. ഞാൻ എന്തിനാണ് അവരെ വെക്കുന്നത്? പോതേക്ക് അംഘ്രിരേഴുഭീ എന്ന് പറഞ്ഞില്ല. അംഘ്രി എന്ന് പറഞ്ഞാൽ കാലിനടിയിലുള്ള പൊടി ഉണ്ടാവുമല്ലോ, അതെൻ്റെ തലയിലേറ്റാൽ എനിക്ക് ഗുണമെന്നാണ് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ തന്നെ പറയുന്നത് സജ്ജനങ്ങളെ എന്നെക്കാൾ വരുന്നത്. നമ്മളാണ് എന്ത് ചെയ്യും? ചിത്രവും വിഗ്രഹമൊക്കെ ആരാധിക്കുകയും സജ്ജനങ്ങൾ കാണുമ്പോൾ നിന്ദിക്കുകയും ചെയ്യും. ഇങ്ങനെയല്ല ഭഗവാൻ ചെയ്തത്. മാർക്കണ്ഡേയ കഥയിൽ സാക്ഷാത് ശ്രീപാർവതിയോട് പരമേശ്വരൻ പറയുന്നുണ്ട്, അല്ലയോ പാർവതി, ഇത്തരം സജ്ജനങ്ങളെ കാണുന്നത് നമുക്ക് പുണ്യമാണ്. നമുക്ക് ഈ മാർക്കണ്ഡേയനോട് സംസാരിക്കാം, അയാൾ അനുഗ്രഹിച്ചോളാന്ന് വിചാരിച്ചിട്ടല്ല, ഇദ്ദേഹത്തോട് സംസാരിച്ചാൽ നമുക്കാ ഗുണം എന്നാണ് പറഞ്ഞത്. ദേവന്മാർക്ക് തന്നെ ഗുണമുണ്ടെന്നാണ്. ആരുമായി സംസർഗം ചെയ്താലേ സജ്ജനങ്ങളെ. ഇത്ര പ്രാധാന്യം സജ്ജനം കൊടുത്തതേ. അതുകൊണ്ട് പറയുകയാണ് സജ്ജനങ്ങളോടുള്ള സംസർഗം എന്ന് പറയുന്നത് സ്വർഗവാസത്തെക്കാളും മോക്ഷത്തെക്കാളും പ്രധാനപ്പെട്ടതാണ്. അഥവാ വേറൊരുത്തം പറഞ്ഞാൽ മോക്ഷമോ സ്വർഗവാസമോ ഈ സത്സംഗത്തോട് തുല്യപ്പെടുത്താവുന്നതല്ല. വിലയെ മർത്യാനെങ്കിൽ ആ ചിന്താന്ന് പറയാണ്. പിന്നെയല്ലേ മനുഷ്യൻ്റെ സുഖങ്ങളൊക്കെ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ചക്രവർത്തി പദവി ഉണ്ടാവാം, സമ്പത്തുണ്ടാവാം, ഭാര്യാസന്താനങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ സുഖമാണ്, നല്ലതാണ്. അതൊക്കെ എത്ര നിസ്സാരമാണ്. സ്വർഗത്തിനേക്കാൾ അപേക്ഷിച്ച് വളരെ നിസ്സാരമാണ്. സ്വർഗം പോലും ഭഗവത് സംഘത്തേക്കാൾ താഴെയാണെങ്കിൽ ഈ മാനുഷികമായ വിഭൂതികൾ എത്ര നിസ്സാരമാണ്. കിമുത അതൊന്ന് പറയണ്ടല്ലോ. കിമുത എന്ന് പറഞ്ഞാൽ കൈമുതിക ന്യായം എന്ന് വെച്ചാൽ ന്യായമുണ്ട് സംസ്കൃതത്തിന്. എന്നുവെച്ചാൽ ഇതിങ്ങനെയാണെങ്കിൽ മറ്റത് പറയേണ്ടതുണ്ടോ എന്ന് പറയാൻ. ശരി, ഇതിങ്ങനെയാണ് മറ്റത് പറയേണ്ടല്ല. അവർ രസകരമായിട്ടൊരു കവി എഴുതിയിട്ടുണ്ട് പണ്ട്. അതായത് ഈ നെയ്യപ്പുണ്ടാക്കുകയാണ്. നെയ്യപ്പുണ്ടാക്കാൻ ഈ തോണ്ടിയെടുക്കാൻ വേണ്ടി ഈ കാലയിൽ നിന്ന് കുത്തിയെടുക്കാനൊരു കോലുണ്ടാവും, കേട്ടില്ലേ? കോലുണ്ടാവും കുത്തിയെടുക്കുന്നത്. അത് ഇടയ്ക്ക് എന്ത് ചെയ്തു? എലി അടിച്ചുകൊണ്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട്? നെയ്യിൻ്റെ ഗന്ധമുള്ളതുകൊണ്ട്, അപ്പത്തിൻ്റെ ഗന്ധമുള്ളതുകൊണ്ടാണ്. അപ്പക്കോലയും ഒന്ന് പോയി അപ്പത്തിൻ കാര്യം എന്ത് വാശിക്കാൻ. പിന്നെ അപ്പം കൊണ്ടുപോയിട്ടുണ്ടോന്ന് ആരും ചോദിക്കുമോ? ബുദ്ധിയുണ്ടോ ചോദിക്കുക. അപ്പത്തിൻ്റെ കോലും കൂടി ആരും കടിച്ചു കൊണ്ടുവന്നിട്ട് എലി കടിച്ചുകൊണ്ട് പോകുന്നില്ല. പിന്നെ അപ്പം കൊണ്ടുപോയി അപ്പയുടെ ബാക്കിയുണ്ടോ ബുദ്ധിയുണ്ടോ ചോദിക്കുക. ഈ കോലും കൂടി കടിച്ചുകൊണ്ട് എലി അപ്പം കൊണ്ടുപോയിട്ടിരിക്കുക. പിന്നെ പറയേണ്ട കാര്യമില്ല. അതുപോലെ പറയാണ് സത്സംഗം എന്ന് പറഞ്ഞാൽ മോക്ഷത്തെക്കാളും സ്വർഗവാസത്തെക്കാളും ക്ഷേമമാണ്. പിന്നെ മനുഷ്യൻ്റെ സുഖത്തെക്കാൾ ക്ഷേമമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? സ്വർഗത്തിൽ ഇതിനേക്കാൾ 100 ഇരട്ടി ഗുണമുണ്ട്, സുഖമുണ്ട്. സുഖമൊക്കെ ഉണ്ട് സ്വർഗത്തിലേ, പക്ഷേ സുഖമേ ഉള്ളൂ, മോക്ഷമൊന്നുമില്ലാതെ മാത്രം. ഈ ഉപനിഷത്തുകളിലൊക്കെ പറയും 100 മനുഷ്യന്മാരുടെ സുഖമാണ് ദേവന്മാരുടെ സുഖം, അല്ല ഗന്ധർവന്മാരുടെ സുഖം. അങ്ങനെയുള്ള 100 ഗന്ധർവന്മാരെക്കാൾ സുഖമാണ് ദേവന്മാർക്കുള്ളത്. ആ 100 ദേവന്മാരെക്കാൾ സുഖമാണ് പിന്നെ മോക്ഷം കൊണ്ട് ഇങ്ങനെ പറയും. ഈ കൃത്യമായിട്ട് ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള സമയമില്ലാത്തതുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സുഖത്തെ വളരെ നിസ്സാര സുഖമേ. ആ സുഖത്തിൻ്റെ കാര്യം പിന്നെ പറയണമെന്നാണ്. ഏത് സുഖത്തെക്കാളും സ്വർഗസുഖമോ സാക്ഷാൽ മോക്ഷമോ പോലും ഭഗവത് സംഘത്തിൻ്റെയോ അല്ലെങ്കിൽ സത്സംഗത്തിൻ്റെയോ ചെറിയൊരംശം പോലും വരില്ല എന്നിരിക്കെ മനുഷ്യൻ്റെ സുഖം എന്ന് പറയാനാണ്. കിമുതാ എന്തുമായിട്ട് മർത്യാനെങ്കിൽ അശുദ്ധ അഭിവൃദ്ധി സുഖം എന്ന് കേൾക്കും. മനുഷ്യൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് എന്ത് പറയാനാണ്? കാരണം എന്താണ്? സ്വർഗത്തിലെ അഭിവൃദ്ധിയോ മോക്ഷം പോലുമോ എന്തല്ല ഈ സത്സംഗത്തിൻ്റെ അടുത്തുനിന്നില്ല. ക്ഷണാർത്ഥേനാഭി ചെറിയൊരു സമയത്തേക്കുണ്ടാകുന്ന സത്സംഗത്തിൻ്റെ സുഖം, സത്സംഗത്തിൻ്റെ സൗഭാഗ്യമാണ് സ്വർഗസുഖത്തേക്കാൾ പ്രധാനം. പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? മനുഷ്യൻ്റെ സുഖത്തെ നിസ്സാരമല്ല. അതിനാണ് കൈമുതിക ന്യായം. ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ കോല് എലി കൊണ്ടുപോയി അപ്പത്തിന് കാര്യം എന്തുവാൻ. അപ്പത്തിൻ്റെ കോല് കടിച്ചുകൊണ്ടുപോകുന്ന എലി അപ്പം കടിക്കാൻ പഠിക്കുമെന്ന് പറയേണ്ടതുണ്ടോ? ആരും ചോദിക്കുക? ബുദ്ധിയുള്ളോ ചോദിക്കുമോ?
എലി കടിച്ചുകൊണ്ട് പോയി കോല്. അപ്പോൾ ഇവിടെ വെച്ച് എലി മാത്രം കോല് മാത്രം കടിച്ചിട്ട് നേരം ഉപയോഗിക്കുക. കോല് പോലും കടിക്കുന്ന അതിൻ്റെ പ്രിയം കൊണ്ടാണ്. ഇത് ശരിയായ അപ്പം കടിക്കാതിരിക്കുക പറയണ്ടല്ല. അതിന് തമ്മിൽ തർജ്ജമ കേട്ടുള്ളൂ. ഭഗവത് ഭക്തസംഘത്തിൻ ക്ഷണാർത്ഥത്തോട് മുത്തിടാം, വിണ്ണും കൈവല്യവും പിന്നെ ഭോഗസൗഖ്യങ്ങൾ എന്തുവാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗമോ മോക്ഷമോ പോലും എന്തിനോടൊക്കില്ല, ഈ ഭഗവത് സംഘത്തോട് ഒക്കില്ല. പിന്നെ എന്താണ് മനുഷ്യൻ്റെ കാര്യം പറയാൻ? അടുത്ത ശ്ലോകം, അത് കുറച്ച് വലിയ ശ്ലോകമാണ്. അധാനകാഗ്രത്തവ കീർത്തിതീർത്ഥയോരന്തർബഹിസ്നാനവിധൂതപാത്മനാം ഭൂതേക്ഷനുക്രോശ സുസത്വശീലിനാം സ്യാൽ സംഗമോനുത്യകേഷണസ്തവാം. അധാനകാഗ്രേ തവ കീർത്തിതീർത്ഥയോ അന്തർബഹിസ്നാനവിധൂതപാത്മനാം ഭൂതേഷനുക്രോശ സുസത്വശീലിനാം സ്യാൽ സംഗമോനുഗ്രഹ ഏഷനസ്തവാം. അതൊരു പ്രാർത്ഥനയാണ്. നേരത്തെ വിവരിച്ചത് പറയാണ്, ഞങ്ങൾക്ക് അങ്ങയായിട്ടുള്ള സജ്ജന സംഘം ഉണ്ടാവണേ. ഏഷനസ്തവ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് സംഘം ഉണ്ടാവണേ എന്ന് പറയാം. എങ്ങനത്തെ സംഘം എഴുതാം? സ്യാൽ സംഗമോനുഗ്രഹേഷനസ്തവാം, ഞങ്ങൾക്ക് ആ സംഘം ഉണ്ടാവണേ എന്ന് പറയും. ഇപ്പോൾ പ്രധാന ക്രിയയും പ്രധാന ആശ്രമത്തിലാക്കി അതിൻ്റെ വിശേഷമായിട്ടാണ് ബാക്കിയൊക്കെ വരിക. എങ്ങനെയുള്ളത്, എപ്പോൾ ഉള്ളത്, ആരുള്ളത് മനസ്സിലാക്കിയ വേണ്ട. അതിനാണ് ആദ്യം പ്രധാന ക്രിയ മനസ്സിലാക്കിയാൽ മതി. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് സംഘം ഉണ്ടാവണേ. ദസ്യാൽ സംഗമോനുഗ്രഹേഷനസ്തവാം, അങ്ങുമായിട്ടുള്ള സംഘം ഭഗവത് സംഘം ഉണ്ടാവലാണ് ഞങ്ങൾക്ക് അനുഗ്രഹം. അനുഗ്രഹസ്തവ തവത് അങ്ങയുടെ അങ്ങുമായിട്ടുള്ള സംഘം ഉണ്ടാവലാണ് ഞങ്ങൾക്ക് അനുഗ്രഹം. ബാക്കിയൊക്കെ വിഷയം എങ്ങനെ? അധാനകാഗ്രേ അഥ അതുകൊണ്ട് അത് സാധാരണ അഥാന്ന് പറഞ്ഞാൽ പിന്നീട് എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇവിടെ അതുകൊണ്ട് പറയാം. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞില്ലേ ഭഗവത് സംഘമാണ് സ്വർഗത്തേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേട്ടെ? അനഘാഗ്രേ, അഘ്രിച്ച കാല്, അനഘച്ച പാപമില്ലാത്തത്. അപ്പോൾ പാപരഹിതമായിരിക്കുന്ന അങ്ങയുടെ തൃക്കാലുകളുമായിട്ട് ഞങ്ങൾക്ക് സംഘം ഉണ്ടാവണേ പറയാം. അഥാനഘാഗ്രേ തവ എങ്ങനെയുള്ളതാണ്? കീർത്തിതീർത്ഥയോരന്തർബഹിസ്നാന വിനൂതപാത്മനാം. എനിക്ക് മനസ്സിലാക്കണം. അതായത് സജ്ജനങ്ങളായിട്ട് ഞങ്ങൾക്ക് സംഘം ഉണ്ടാവട്ടെ എന്നാണ് ചുരുക്കത്തിൽ. എന്തുകൊണ്ട്? സത്സംഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്കാൾ വലിയ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ടാവട്ടെ? സജ്ജനങ്ങളായി സംഘം ഉണ്ടാവട്ടെ. പിന്നെ ബാക്കിയുള്ള സജ്ജനങ്ങൾ വിശേഷണമാണ്. സജ്ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്? തവ കീർത്തിതീർത്ഥയോ, ഭഗവാന്റെ യശസ്സിലും, ഭഗവാൻ കീർത്തിച്ച യശസ്, കീർത്തി യശസ് എന്നൊക്കെ പറഞ്ഞാൽ പര്യായം പോലെയൊക്കെ പറയുമെങ്കിലും ചില ആളുടെ അഭിപ്രായത്തിൽ കീർത്തി എന്ന് പറഞ്ഞാൽ യുദ്ധം മുതലായത് ചെയ്തിട്ടുണ്ടാകുന്ന ശൗര്യം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രസിദ്ധിക്കാണ് കീർത്തി എന്ന് പറയുക. യശസ് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടാകുന്നതാണ് എന്നൊക്കെ ചില വ്യാഖ്യാതാക്കൾ പറയും. യശസ്സാണ് പ്രധാനമായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ യുദ്ധം ചെയ്താലൊക്കെ കീർത്തി ഉണ്ടാവും. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, ഒരുപാട് ആളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാക്കി ഗ്രേറ്റ് എന്ന് പറയുന്നത്. 10-17 വയസ്സായപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 10-26 വയസ്സിൽ മരിച്ചുപോയാണ് അലക്സാണ്ടറെ. 10-11 കൊല്ലം യുദ്ധം കൊണ്ട് നടത്താൻ പറ്റുള്ളൂ. 17 വയസ്സിൽ മാസിഡോണിയയിൽ തുടങ്ങിയ യുദ്ധമാണ്. എന്നിട്ട് ഇന്ത്യൻ്റെ അതിർത്തിയിൽ വരെ വന്നു. എത്ര ആളെ കൊന്നു, എത്ര ആളെ വിധവകളാക്കി തീർത്തു, എത്ര നിരാശരാക്കി. എന്നിട്ട് പറയുന്നതാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഇത്രയൊക്കെ കൊന്നില്ലേ, നമുക്ക് സാധിക്കില്ല, ഇത്രയും ദ്രോഹം ചെയ്തിട്ടുണ്ടേ. അലക്കി കീർത്തിയൊക്കെ ഉണ്ടാവും. പക്ഷേ യശസ്സുണ്ടാവണം എന്ത് വേണം? നല്ല കാര്യം ചെയ്യണം. ഞാൻ കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ. അവിടെ കീർത്തി കൊണ്ടും അങ്ങയുടെ യശസ്സിൽ മുങ്ങിക്കുളിച്ചിട്ടും പിന്നെയോ തീർത്ഥയോ. നമ്മൾ സ്വതേ തീർത്ഥം നേരുന്നത് എന്താണ്? ഗംഗാജലം പോലുള്ള പവിത്രമായ ജലം എന്നുള്ള അർത്ഥത്തിലാണ്. അതല്ല തീർത്ഥം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്, ഇരിക്കട്ടെ. അപ്പോൾ അങ്ങയുടെ യശസ് കൊണ്ടും പിന്നെ എന്താണ്? പുണ്യനദികളിൽ കുളിച്ചിട്ടുമൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? അന്തർബഹിസ്നാന വിധൂതപാത്മന, പാപങ്ങളൊക്കെ ഒഴിവായിപ്പോയിട്ടുള്ള, പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞിട്ടുള്ളവരായ എങ്ങനെ? അന്തർബഹിസ്നാന വിധൂതപാത്മന, ഭഗവത് കഥകൾ കേട്ട് 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 മനസ്സിൻ്റെ മാലിന്യവും പോയി. തീർത്ഥങ്ങളിൽ കുളിച്ചിട്ടോ ശരീരത്തിന് മാലിന്യം പോയി. ഗംഗയിൽ പോയി കുളിച്ചാൽ മനസ്സിൻ്റെ പാപം തീർന്നു വരില്ല, ശരീരത്തിൽ ചെളിയൊക്കെ പോകുന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ അല്ല, ആ ബോധ്യമൊക്കെ ഉണ്ടാവണം. ഗംഗാതീരത്ത് താമസിക്കുന്ന എത്രയോ ആളുകൾ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ട്, സമൂഹദ്രോഹികളിൽ ഒക്കെ ഇല്ലേ. അതുകൊണ്ട് ഗംഗയിൽ കുളിച്ചുകൊണ്ട് മാത്രമായിട്ട് പുണ്യം കിട്ടുമോ? ഇല്ല. പക്ഷെ അങ്ങനെ പറയും, ഭഗവാന്റെ കാലുകളിൽ നിന്ന് വീണതാണെന്ന് പറയും. അപ്പം ഇങ്ങനെ ഏതായാലും മനസ്സും ശരീരമൊക്കെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ യശസ്സും ഭഗവത് കീർത്തനങ്ങൾ കേട്ടിട്ട് മനസ്സും തീർത്ഥസ്നാനാദികളെ കൊണ്ട് ശരീരവും ഒക്കെ ശുദ്ധമായിട്ട് വിധൂതപാത്മനാം
പാപങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുള്ളവരുമായ പിന്നെയോ ഭൂതേഷ്വനുക്രോശ ഭൂതജാലങ്ങൾ ജീവജാലങ്ങൾ ദയുള്ളവരായ ഭൂതേഷ്വനുക്രോശ സുസത്വശീലിരാം നല്ല ശീലത്തോടു കൂടിയവരായ അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ആ സംഘം ഉണ്ടാവണേ, അവരെ ചേർത്തുണ്ടാവണേ. ആ ചേർച്ചയാണ് അങ്ങ് അനുഗ്രഹമായി തരേണ്ടത്. സത്സംഗമോനുഗ്രഹേഷണസ്തവ. അപ്പോൾ എന്താ അർത്ഥം പൊതുവിൽ പറഞ്ഞാൽ, അതായത് അങ്ങയുടെ കീർത്തിയിലും തീർത്ഥത്തിലും ആണ്ട് മുങ്ങിയിട്ട്, കീർത്തിച്ചാൽ ഭഗവത് കഥകളിലൊക്കെ ഉണ്ട്, യശസ്സിലൊക്കെ വന്നിട്ട് അന്തർബഹിസ്നാന വിധൂതമന, അമ്പത്തെ ഉള്ളിൽ ബഹിത് പുറത്ത്. സാധാരണ കുളി കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, ശരീരം പുറത്തേ വൃത്തിയാവുള്ളൂ. അകം വൃത്തിയാവണം, എന്ത് ചെയ്യണം, നല്ല ചിന്ത ഉണ്ടാവണം, സദ്ഗ്രന്ഥമാരായ ഉണ്ടാവണം, സജ്ജനങ്ങളായ സംഘം ഉണ്ടാവണം. അതിനെപ്പറ്റിയൊക്കെ ആധ്യാത്മിക സാഹിത്യത്തിൽ അനവധി പറയും. ഇങ്ങനെ അകവും പുറവും ശുദ്ധരായിട്ടുള്ളവരായ ഇതാണ് ബഹിസ്നാന വിധൂതമനം. പിന്നെ എങ്ങനെയുള്ളവർ ഭൂതേശ്വരുക്രോശ ജീവജാലങ്ങളോട് ദയുള്ളവരാണ്, അവരോട് കാര്യമുള്ളവരാണ്, സ്വസത്വശീലിനാം നല്ല ശീലത്തോടു കൂടിയവരാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഇതാ ബന്ധം ഉണ്ടാവണേ, അതാണ് ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വേണ്ടത്. തിരുമുമ്പിൻ്റെ തർജ്ജമയായിട്ടുള്ളതാണ്. തീർത്ഥാങ്ക്രിയാം നിൻ സുയശസ്സിലും ജലത്തിലും കുളിച്ചാത്മശരീര കന്മഷം നശിച്ചൊരാ സാത്വികരാം കൃപാർദ്രരോട് ഒത്തിരിക്കുവാൻ നൽകണമിങ്ങനുഗ്രഹം. സജ്ജനങ്ങളായിട്ട് ഒരുമിച്ച് കയറാൻ സാധിക്കണേ, അവരായിട്ട് സംഘം ഉണ്ടാവണേ, അവരെ ചേർച്ച ഉണ്ടാവണേ എന്ന് പറയാം. അങ്ങനെയുള്ളവരാ സജ്ജനങ്ങൾ, അവർ ഭഗവത് കീർത്തനങ്ങൾ പാടിയിട്ടും അത് കേട്ടിട്ടും ഒക്കെ മനസ്സ് ശുദ്ധമായിട്ടുള്ളവരാണ്, തീർത്ഥസ്നാനങ്ങളെ കൊണ്ട് ശരീരശുദ്ധമായിട്ടുള്ളവരാണ്. ഇങ്ങനെ അന്തർബഹി അകത്തും പുറത്തുമുള്ളതായ പാപങ്ങളെ മുഴുവൻ വിധൂത പാപ്മനം പാപങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളവരായ, പിന്നെ ജീവജാലങ്ങളോട് ദയോട് കൂടിയവരായ സജ്ജന സ്വഭാവത്തോടു കൂടിയവരായ ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് സംഗമോസ്യാൽ സംഘം ഉണ്ടാവണേ. അത് ഏഷാനുഗ്രഹ, അങ്ങയുടെ അനുഗ്രഹമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയാണ്. നേരത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കുക. ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത്, നേരത്തെ പറഞ്ഞ രൂപം പ്രദർശയ എന്ന് പറഞ്ഞ നമുക്ക് ആദ്യത്തെ കുറേ വർണ്ണിച്ചു, അതിന് കഴിഞ്ഞാൽ ഇവിടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് എന്തുണ്ടാവണം, സംഘം ഉണ്ടാവണേ എന്ന് പറയാം. എങ്ങനെയുള്ള ആണ് ഈ എല്ലാ തരത്തിലുള്ളതായ പാപങ്ങളകന്നവരായ സജ്ജനങ്ങളായിട്ട് ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാവണേ എന്നാണ്. അധാനകങ്ക്രേത്തവരി കീർത്തിതീർത്ഥയോരന്തർബഹിസ്നാന വിധൂത പത്മനം ഭൂതേഷു അനുക്രോശ സുസത്വശീലിനാം സത്സംഗമോനുഗ്രഹ ഏഷ നസ്തവാം. അപ്പോൾ പറഞ്ഞു എന്തിനാ അതുകൊണ്ട് പറയാൻ കാരണം, നേരത്തെ പറഞ്ഞിട്ടുണ്ട് സത്സംഗം എന്ന് പറഞ്ഞാൽ സ്വർഗസുഖത്തെക്കാളും മോക്ഷപ്രാപ്തിയേക്കാൾ കേമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സജ്ജനങ്ങളായി ഞങ്ങൾക്ക് ബന്ധമുണ്ടാവുന്നത്. ഇതിനുള്ള ചുരുക്കത്തിൽ ബാക്കിയൊക്കെ വിശേഷണമാണ്. എങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങൾ? അകവും പുറവും ശുദ്ധരായിട്ടുള്ളവരാണ്, ഭൂതജാലങ്ങളോട് ദയുള്ളവരാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളായിട്ട് ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാവണേ. ഭൂതേഷ്വനുക്രോശ സുസത്വശീലിനാം സ്യാൽ സംഗമോ, അവരോടുള്ള സംഘം ഉണ്ടാവണേ. അതെന്താണ്? അനുഗ്രഹസ്തവ, ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വേണ്ട അതാണ്. അല്ലാതെ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ നിസ്സാരാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് എന്താ വേണ്ടത്? ഇങ്ങനെയുള്ള സജ്ജനങ്ങളായ സംസർഗം ഉണ്ടാവണേ. എന്നിട്ട് വീണ്ടും പറയാണ്, ആ ഭക്തിയന്മാരെ പറ്റി പറയാണ്, ആ മഹർഷിമാർ അഥവാ മനനശീലരായിരിക്കുന്ന ആള് അങ്ങയുടെ പാദങ്ങളെ വേണ്ട പോലെ കാണുന്നു. ആ സജ്ജനങ്ങളെ വീണ്ടും വിചരിപ്പിക്കാൻ നയസ്ത്യജിത്തം ബഹിരർത്ഥ വിഭ്രമന്തമോമുഖായ എൻ്റെ വിശുദ്ധമാവിശൽ തദ്ഭക്തിയോഗാനുഗൃഹീത മഞ്ജസ മുനിം വിജഷ്ടേ ഗതിം. നയസ്ത്യജിത്തം ബഹിരർത്ഥ വിഭ്രമം തമോമുഖായ എൻ്റെ വിശുദ്ധമാവിശൽ തദ്ഭക്തിയോഗാനുഗൃഹീത മഞ്ജസ മുനിർ വിജഷ്ടേ നനുതത്തതേ ഗതിം. അവിടെ പ്രധാനപ്പെട്ട ക്രിയ വിജഷ്ടതയെ കാണുന്നു. അവർ കാണുന്നു. ആര്? മുനികൾ കാണുന്നു. മഹർഷിമാർ അങ്ങയുടെ പാദങ്ങളെ കാണുന്നു. അവിടെ കാണുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇപ്പോൾ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞാൽ ഒരു വഴി റോഡ് കണ്ടിട്ടുണ്ട് എന്നല്ല അർത്ഥം, ഒരു പരിഹാരം കണ്ടിട്ട് എന്നൊക്കെ അർത്ഥം പറയില്ലേ. ഞാനിതിന് വഴി കണ്ടിട്ടുണ്ട്, എടുത്ത് വഴി എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കേണ്ട വഴിയല്ല, ഹൃദയത്തിൽ പ്ലാൻ ഉണ്ട് എന്ന് അർത്ഥത്തിലാണ്. അതേപോലെ അവിടെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മഹാത്മ്യത്തെ കാണുന്നു, അറിയുന്നു എന്നർത്ഥം. എങ്ങനെയുള്ളവർ?
മുനിർവിജഷ്ടേ നനുതത്തതേ ഗതിം. അങ്ങയുടെ ഗതിയെ തേ ഗതിം മുനിർവിജഷ്ടേ, അങ്ങയുടെ ഗതിയെ മുനികൾ കാണുന്നു, അറിയുന്നു അർത്ഥം. ബാക്കിയൊക്കെ അവരുടെ വിശേഷങ്ങളാണ്. ഇങ്ങനെ അർത്ഥം പറയാൻ എളുപ്പമേ. മുനിർവിജഷ്ടേ തേ ഗതി, അങ്ങയുടെ ഗതിയെ മുനികൾ അറിയുന്നു. എങ്ങനെയുള്ളവരാ മുനികൾ? നയശ്ചരിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹാജന്റെ വിശുദ്ധമാവിശൽ. നാം ആദ്യം പറഞ്ഞു ഇല്ല, നിഷേധം പറയാം. എന്ത് ചെയ്യാത്തവരുടെ ആണ് മഹർഷിമാരെ? നയശ്ചരിത്തം, ആരുടെ മനസ്സാണോ എവിടെ ബഹിരർത്ഥ വിഭ്രമം നാവിശയത്, ആരുടെ മനസ്സാണോ ബാഹ്യമായിരിക്കുന്ന കാമഭോഗങ്ങളിൽ ഭ്രമിക്കാത്തത്, ആ ഭ്രമത്തിൽ ചെന്നുമില്ലാത്തത്. പിന്നെയോ തമോമുഖായ എന്താ വിശുദ്ധമാവിശൽ, അജ്ഞാനമാകുന്ന ഗുഹയിൽ പ്രവേശിക്കാത്തത്. രണ്ട് നിഷേധം പറഞ്ഞു. എന്തൊക്കെയാണ്? ബാഹ്യമായ അർത്ഥവിഭ്രമങ്ങളിൽ ആരുടെ മനസ്സ് ചെല്ലുന്നില്ലയോ, ആരുടെ മനസ്സ് അജ്ഞാനമാകുന്ന ഗുഹയിൽ പ്രവേശിക്കുന്നില്ലയോ, അജ്ഞാനമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മഹർഷിമാരെന്ത് ചെയ്യുന്നു? അങ്ങയുടെ പാതകൾ കാണും. കുറച്ച് വ്യക്തമായില്ല. യസ്യചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായ, ഗുഹ എന്ന് അറിയാലോ, ഗുഹയിൽ സുഖം ഇരുട്ടാണ്ടാവുക. ഇവിടെ തമസാകുന്ന ഗുഹ, ഇരുട്ടാകുന്ന ഗുഹയിൽ പ്രവേശിക്കുന്നു, ആവിശൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇരുട്ടാകുന്ന ഗുഹയിൽ പ്രവേശിക്കാത്തവരും അജ്ഞാനത്തിൽ വീണു പോകാത്തവരും. പിന്നെയോ യസ്യചിത്തം ബഹിരർത്ഥ വിഭ്രമം, ബാഹ്യമായിരിക്കുന്ന കാമഭോഗങ്ങളിൽ വിഭ്രമങ്ങളിൽ ചെന്ന് പതിക്കാത്ത മനസ്സോടുകൂടിയവരും. പിന്നെയോ അങ്ങനെയുള്ളവർ തദ്ഭക്തിയോഗാനുഗൃഹീത മഞ്ജസ, വേണ്ട അഞ്ജസന്റെ വേണ്ടതുപോലെ എന്ത് ചെയ്തിരിക്കുന്നു? ഭക്തിയോഗാനുഗൃഹീത, ഭക്തിയോഗത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അതായത് വിപരീതങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. അവരെന്ത് ചെയ്യുന്നില്ല? ബാഹ്യമായ കാമനകളിൽ ചെന്ന് വീഴുന്നില്ല, മനസ്സ് അജ്ഞാനം കൊണ്ട് നിറയുന്നില്ല. അങ്ങനെയുള്ളതായ സജ്ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മുനൻവിജഷ്ടേ, അങ്ങനെയുള്ള മഹർഷിമാർ തേഗതിം, അങ്ങേ ഗതിയെ കാണും. അല്ല, മലയാളം കേൾപ്പിച്ചരാ. നിൻ ഭക്തിയാരാരുടെ ചിത്തമഞ്ജസാ വിശുദ്ധമായി ഭോഗവിരക്തിയുക്തമായി അവിദ്യയാം ഊരിലുള്ള അറ്റതാകും ആ മുനീന്ദ്രരെ കാണുകയുള്ളൂ നിൻപദം. അത് മലയാളത്തിൽ വായിക്കുന്നത് വെച്ചാൽ എളുപ്പം മനസ്സിലാക്കാൻ. മുനീന്ദ്രരെ കാണുകയുള്ളൂ നിൻപദം. നിന്റെ പദങ്ങൾ ആരാ കാണുന്നത്? ഇങ്ങനെയുള്ള മുനികളാണ്. അവരെങ്ങനെയുള്ളവരാണ്? നിൻ ഭക്തിയോഗാലാരുടെ ചിത്തമഞ്ജസ, ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ആരുടെ മനസ്സാണോ വിശുദ്ധമായി തീർന്നത്, ഭോഗവിരക്തിയുംഗമായി. അതാണ് നേരത്തെ പറഞ്ഞത് തമോ ഗുഹായ അവിശുദ്ധമാവിശൽ, വിശുദ്ധിയെ പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? ഭക്തിയോഗാനുഗൃഹീതം, ഭക്തിയോഗാനുഗൃഹായ അഞ്ജസ വിശുദ്ധം ആവിശൽ, ഭക്തിയോഗത്തെ കൊണ്ട് മനസ്സ് വിശുദ്ധമായി അങ്ങയെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ളവർ അങ്ങയുടെ കാലടികളെ കാണുന്നു. എന്തുകൊണ്ടാണ് കാണുന്നത്? അതായത് ഈ ഭഗവത് ഭക്തിക്ക് വിപരീതമായിട്ടുള്ള എതിരായി നിൽക്കുന്ന, അതിന് വിഘ്നം ഉണ്ടാക്കുന്നത് ഈ മോഹങ്ങളൊക്കെയാണ്, മോഹജാലങ്ങളാണ്. ആ മോഹജാലങ്ങളിൽ അവരുടെ മനസ്സിൽ പ്രവേശിക്കുന്നില്ല. അവർക്കൊട്ട് അജ്ഞാനമില്ല, അറിവില്ലായ്മയില്ല, അന്ധകാരമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മുനൻവിജഷ്ടേ നനുതത്തതേ ഗതിം. അങ്ങനെയുള്ള സജ്ജനങ്ങളായിരിക്കുന്ന ഭക്തന്മാർ അങ്ങയുടെ പദങ്ങളെ കാണുന്നു. ഇതുകൊണ്ട് വായിച്ചു നോക്കാം. യസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം. എനിക്ക് പറഞ്ഞാൽ ഭക്തിയോഗ ഗൃഹീത യസ്യ ചിത്തം, ഭക്തിയോഗം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ആരുടെ മനസ്സ് കാമകോലാഹലങ്ങളിൽ ചെന്ന് പെടുന്നില്ലയോ, ആരുടെ മനസ്സ് അജ്ഞാനത്തിൽ ആണ്ടുപോകുന്നില്ലയോ, അങ്ങനെയുള്ളവരായ അവരെന്ത് ചെയ്യുന്നു? മുനൻവിജഷ്ടയെ, അങ്ങയുടെ പദത്തെ കാണും. ഭക്തി കൊണ്ട് വിശുദ്ധമായ മനസ്സോടുകൂടിയവരാണ് അങ്ങയെ അറിയുന്നുള്ളൂ എന്നാ ചുരുക്കം പറഞ്ഞതാണ്. ഭക്തി കൊണ്ട് വിശുദ്ധമായിരിക്കുന്ന മനസ്സുള്ളവർ അങ്ങയെ കാണുന്നു. എങ്ങനെയാണ് വിശുദ്ധമായി തീർന്നത്? കാമവിഭ്രമങ്ങളിൽ നിന്നൊക്കെ അകലുന്നതുകൊണ്ടും അജ്ഞാനം ബാധിക്കാത്തത് കൊണ്ടും അങ്ങനെ. അപ്പോൾ സാധാരണയിൽ ഭഗവാനെ പ്രാപിക്കാൻ വിഘ്നം എന്തൊക്കെയാണ്? അജ്ഞാനമാണ്. മറ്റൊന്ന് ഈ ലൗകിക ഭ്രമമാണ്. സ്വത്ത് വേണം, സമ്പാദ്യം വേണം, ഭാര്യാപുത്രാദികൾ വേണം, പ്രശസ്തി വേണം, ഇങ്ങനെ പലതിലുള്ള കമ്പുണ്ടാവുകയെ. ഈ ഭ്രമം കൊണ്ടാണ് ഭഗവാനെ കാണാൻ സാധിക്കാതെ പോകുന്നത്. പക്ഷേ ഇവരുടെ മനസ്സെന്താണ്? മയസ്യ ഇന്നും നവിശയിൽ പ്രവേശിക്കുന്നില്ല, കാമവിഭ്രങ്ങളിൽ കലങ്ങി പോകുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മുനൻവിജഷ്ടയെ മറ്റുമാരെ കാണുന്നു. അപ്പോൾ നയസ്യചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായ അന്യവിശുദ്ധമാവിധ തദ്ഭക്തിയോഗാനുഗൃഹീതമഞ്ജസാ മുനൻവിജഷ്ടേ തനുതത്തതേ ഗതിം. അവരെന്ത് ചെയ്തു? അഞ്ജസ എന്നുള്ളത് ശീഘ്രം എന്ന് പറയാറുണ്ട്, അത് വേഗത്തിൽ പ്രാപിക്കുന്നു. കാമവിഭ്രമങ്ങളിൽ ചെന്നാത്ത മനസ്സോടുകൂടിയ, പിന്നെയോ
അജ്ഞാനം ബാധിക്കാത്തവരായ മനസ്സോടുകൂടിയവരായ സജ്ജനങ്ങൾ ഭക്തി കൊണ്ട് അങ്ങയുടെ പാതകളെ എപ്പോഴും കാണുന്നു, ദർശിക്കുന്നു, അറിയുന്നു. പറയാമെന്ന് അനവധി പറയാൻ പറ്റില്ല. ഇത് പറയാൻ നമ്മളെ സമയത്തൊരു പരിധി ഉള്ളതുകൊണ്ടാണ്. അതായത് സാധാരണഗതിയിൽ മനസ്സ് ബാഹ്യ വിഷയങ്ങൾ ഭ്രമിക്കുന്നതുകൊണ്ടാണ് ഭഗവത് ചിന്ത ഇല്ലാതെ പോവുക. ഇവർക്കെന്തില്ല, അവരുടെ മനസ്സ് ബാഹ്യ വിഭ്രമങ്ങളിൽ ഭ്രമിക്കുന്നില്ല. പിന്നെയോ അജ്ഞാനാന്ധകാരം കൊണ്ടും എന്ത് ചെയ്യാം, ഭഗവത് പാദങ്ങൾ അറിയാതെ പോയിന്ന് വരാം. ഇവർക്കെന്തില്ല, തമോഗുഹായാൻ അപ്രവീശ എന്ന് പറഞ്ഞു. തമസ്സാകുന്ന ഗുഹയിൽ, അജ്ഞാനമാകുന്ന ഗുഹയിൽ ഇവരുടെ മനസ്സ് പ്രവേശിക്കുന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അഞ്ജസ വേണ്ട വിധത്തിൽ ഭംഗിയായിട്ട് വിജഷ്ടയെ കാണുന്നു. അപ്പോൾ 2-3 തരത്തിൽ പറയാം. അതായത് ഭഗവത് പ്രാപ്തിക്ക് വിഘാതമായിരിക്കുന്ന എതിരായിരിക്കുന്ന കാമവിഭ്രമങ്ങൾ അവർക്കില്ല. പിന്നെയോ മനസ്സിൽ അജ്ഞാനമില്ല. അതുകൊണ്ട് അവർ ഭഗവാനെ കാണുന്നു. ഇപ്പോൾ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടത് എന്താണ്, ഈ അജ്ഞാനം അകറ്റലാണ്, ഈ വിഭ്രമങ്ങൾ ഒഴിവാക്കാനാണ്, കാണിക്കാനാണ്. ഒരു പദത്തിൽ പലതരത്തിൽ അർത്ഥം പറയാം. അത് ചിലർക്ക് ഊഹ്യമാണ്. ഞാനിവിടെ ഉണ്ടെന്ന് വേറെങ്കിലും ഇല്ലയെന്നും കൂടി അർത്ഥം പ്രത്യേകം പറയേണ്ട വെച്ചിട്ടില്ല, പറയേണ്ടത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലില്ലാന്ന് സ്വാഭാവികമായിട്ട് അർത്ഥം, വീട്ടിലില്ലാന്ന് ആൾ പറഞ്ഞില്ലല്ലോ പറയണം. ഇത് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ ഉണ്ടാവില്ലല്ലോ. അതുപോലെ അപ്പോൾ ആരുടെ മനസ്സ് കാമവിഭ്രമങ്ങളിൽ ചെന്ന് അലയ്ക്കുന്നില്ലയോ, ആരുടെ മനസ്സ് അജ്ഞാനമാകുന്ന ഗുഹയെ പ്രാപിക്കുന്നില്ലയോ, അങ്ങനെയുള്ളവരായ ആൾക്കാർ എന്ത് ചെയ്തു, മനോഹരമായിരിക്കുന്ന അഥവാ യഥാനുയോഗ്യമായിരിക്കുന്ന ഭഗവത് ഭക്തി കൊണ്ട് അങ്ങയെ കാണും. അതൊക്കെ കാണാൻ പറ്റുള്ളതാണ്. എല്ലാ മതസാഹിത്യത്തിലും കാണാം. ഭഗവാൻ അറിയണമെങ്കിൽ ഇതിലെ ഗുണമൊക്കെ എന്നർത്ഥം. കാരണം നേരത്തെ 54 ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതദ്രൂപവനിത്യ എന്ന് പറഞ്ഞില്ല. അതിനനുസരിച്ച് സ്തുതിക്കുക. എന്നിട്ട് ഭഗവത് ഭക്തന്മാരുടെ യോഗ്യതയും പറഞ്ഞു. അവർക്കുള്ള യോഗ്യത എന്താണ്, സ്വർഗവാസത്തെക്കാളും പിന്നെയോ വളരെ കാലമുള്ളതായ മോക്ഷം കണ്ട് പ്രാപിക്കാതെ മോക്ഷത്തെക്കാൾ പ്രബലമാണെന്ത്, സത്സംഗം. അത് കിട്ടിയവരാണ്. അത് ഞങ്ങൾക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി വീണ്ടും ഭഗവാന്റെ യോഗ്യതകൾ വീണ്ടും പറയാൻ എത്രയേതും എല്ലാ ദിക്കിലും ഭഗവാന്റെ യോഗ്യത പറയലാണ് വാസ്തു ഭാഗവതം മുഴുവൻ തന്നെയാണ്. ഭഗവത് ഭക്തിയെക്കുറിച്ച് പറയാൻ ഭഗവത് സംബന്ധിയാണ് ഭാഗവതം. അത് പല പ്രകാരത്തിൽ കേൾക്കുന്നവരുടെ അധികാരത്തിനനുസരിച്ച് പല രീതിയിൽ ഉപദേശിക്കുന്നതേ ഉള്ളൂ. ഉപദേശങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ ആറ്റിക്കുറുക്കി പറഞ്ഞാൽ 1-2 വാക്കിൽ പറയാനേ ഉള്ളൂ വാസ്തവത്തിൽ. അവിടെ അതിൽ പറയുന്നത് വേദം മുഴുവൻ ചുരുക്കി പറഞ്ഞാൽ എന്തേ ഉള്ളൂ, സത്യം വല ധർമ്മം ജലാനുഭവമേ ഉള്ളൂ. അപ്പോൾ 5-8 അക്ഷരമേ ഉള്ളൂ. എന്നിട്ടാണ് ഉച്ചയൊക്കെ മന്ത്രങ്ങൾ ചോദിച്ചാലോ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പലതിനും പറഞ്ഞു കൊണ്ടിരുന്നത്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പറയാൻ ഇനി പറയുന്നത് തത്വമസി എന്നൊക്കെ പറയുമല്ലോ, അത് നീ തന്നെ ആകുന്നു എന്നുള്ള പോലെ പറയാൻ. അതായത് അല്ലേ ഭഗവാനെ അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒക്കെ ഭഗവാൻ തന്നെയാണെന്ന് പറയാം. വേറെ തരത്തിൽ പറയുന്നതേ ഉള്ളൂ. നോക്കാം. എത്രേതം വിദ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാരിയത് തത്വം ബ്രഹ്മപരം ജ്യോതി ആകാശമിവ വിസ്തൃതം. എത്രേതം വിദ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാരിയത് തത്വം ബ്രഹ്മപരം ജ്യോതി ആകാശമിവ വിസ്തൃതം. പാതി പറഞ്ഞാൽ എത്രേതം വിദ്യതേ വിശ്വം, ഇതം വിശ്വം എത്ര വിദ്യതേ. ഈ പ്രപഞ്ചം, ഈ വിശ്വം ഏതൊന്നിൽ പ്രതിഭാസിക്കുന്നുവോ, ഭഗവാനിലാണ് പ്രകാശിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഈ ലോകത്തിൽ ഞാനുണ്ട് എന്ന് പറയല്ല വേണ്ടത്, എന്നിൽ ലോകമുണ്ട് എന്നാണ് പറയേണ്ടത്. വേറെങ്കിലും പറയുക, രണ്ടും പറഞ്ഞില്ല ഭഗവാൻ തന്നെ. ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്ത് വിചാരിക്കും, കഷ്ണിച്ചെടുത്തിട്ട് ഭഗവാനെല്ലാം കൂടി 10,000 കഷ്ണമാക്കി ഓരോന്നിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കും. അങ്ങനെ വരുമല്ല, മുന്തിരി കെട്ടി വെച്ച പാത്രം പോലെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാന്റെ ഭഗവാൻ വിഭജിതമാണെന്ന് തോന്നും. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല, ലോകം തന്നെ എന്നിലാവുന്നത്. അവിടെ വിഭക്തമിവസ്ഥിതം എന്നൊക്കെ വേറെ പറയും. വിഭജിക്കപ്പെട്ടവനെ പോലെ അവിഭക്തനായ ഞാൻ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് ആശയക്കുഴപ്പമുണ്ടാകുന്നല്ലെങ്കിൽ ഭാഗിക്കപ്പെട്ടവനെ പോലെ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ടെന്ന് ഭഗവാൻ ഓടാനും കൂടി കഷ്ണം കണ്ടു വരില്ലേ, അങ്ങനെയല്ല. എല്ലാവർക്കുമുള്ള ഭഗവാനാണ്, ഭഗവാൻ ഏകനാണ് പറയേണ്ടത്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, എല്ലാവരിലുള്ള ആത്മതത്വം ഒന്ന് തന്നെയാണ് മനസ്സിലാക്കിയേ വേണ്ടു. അതുകൊണ്ട് പറയണേ എത്രയേതം വിദ്യതേ വിശ്വം, ഈ ലോകം മുഴുവൻ ഏതൊന്നിൽ പ്രതിഭാസിക്കുന്നുവോ, ഏതൊന്നിൽ പ്രകാശിക്കുന്നുവോ. പിന്നെയോ എത്രായിരം വിശ്വം വിദ്യതേ, ഈ പ്രപഞ്ചം ഏതൊന്നിൽ എന്ത് ചെയ്യുന്നു, ഭാസിക്കുന്നുവോ, പ്രകാശിക്കുന്നുവോ. പിന്നെയോ ഈ വിശ്വത്തിൽ യാതൊന്ന് വളങ്ങുന്നുവോ. എന്നാൽ വിശ്വത്തിലുള്ളത് ഭഗവാനാണ്, ഭഗവാനുള്ളത് വിശ്വമാണ്. തിരിച്ച് പറയാൻ അത് ഈ വിശ്വം എന്തിലാണ്, ഈ പ്രപഞ്ചം ഏതിലാണ് ശോഭിക്കുന്നത്, ഭഗവാനിലാണ്. പിന്നെയോ
ആ വിശ്വത്തെ തന്നെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത് വളർത്തുന്നത്. ഇതൊക്കെ സാധാരണ ഇതിനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വേറെ ഉദാഹരണം പറയാൻ വിഷമമാണ്. കാരണം ഭഗവാൻ അന്വയമാണ്, ഭഗവാനെ പോലെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഉദാഹരണം പറയാൻ വിഷമമാണ്. ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ പ്രപഞ്ച വസ്തുക്കളിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസം ഭഗവാന് തുല്യമല്ല. ഉദാഹരണം പറയാൻ അത് വേണ്ടേ, ഇതുപോലെയാണെന്ന് പറയാൻ വേറെ സാധനം വേണ്ടേ? അങ്ങനെ ഇല്ല വാസ്തവത്തിൽ. എന്നാലും ഭാഷയുടെ എല്ലാ പരിമിതികളെയും ലംഘിച്ചുകൊണ്ട് ഈ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി ആചാര്യന്മാർ പല ഉപമയും പറയുന്നേ ഉള്ളൂ. ഉപമ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടതാണ്. ഉപമ എന്താണ്? ഒരിക്കലും പൂർണ്ണമല്ല വാസ്തവത്തിലേ. പക്ഷെ ചിലർക്ക് ഉപമ വെച്ചിട്ട് മനസ്സിലാവില്ല. ഒരു സാദൃശ്യമാണ്. പല കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു കാര്യത്തെ ഒന്നിനോട് സാദൃശ്യപ്പെടുത്താൻ. ഇപ്പോൾ രാമൻ കഴുതയാണ്, കഴുതയെ പോലെയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴുതയല്ലാതെ ആദ്യത്തെ അർത്ഥം. പക്ഷെ നമുക്ക് ആദ്യം തിരിച്ചും കഴുതാന്ന് വിളിക്കുന്നു, കഴുതാന്ന് വിളിച്ചു പോവാം. കഴുതയാണെന്ന് പറഞ്ഞാൽ എന്താ? കഴുതയെ പോലെയാന്ന് പറഞ്ഞാൽ ആദ്യ അർത്ഥം കഴുതയല്ല, അല്ല പിന്നെ പോലെയെന്ന് പറയുന്നുണ്ട്. കഴുതയാന്ന് പറഞ്ഞാൽ പിന്നെ സങ്കടപ്പെട്ടു. കഴുതയെ പോലെയാന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാനില്ല, പോലെയാന്ന് അതല്ലാന്ന് അർത്ഥം, ആദ്യത്തെ അർത്ഥമാണ്. ഇതല്ലാന്ന് കാണിക്കാണല്ലോ ഉപമ, അല്ല അതിനെ പറഞ്ഞാൽ പോലെ അങ്ങനെയല്ല. അപ്പോൾ ഭഗവാനാണ് വിശ്വത്തിൽ വളഞ്ഞത്. വിശ്വം വളഞ്ഞത് ആരാണ്? ഭഗവാനാണ്. എന്നുവെച്ചാൽ ആകവും പുറമൊക്കെ ഭഗവാൻ തന്നെയുള്ളൂ എന്നാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണോ ഒരു കുടത്തിൽ മൺകുടത്തിൽ മണ്ണേ ഉള്ളൂ, അകത്തും പുറത്തുമൊക്കെ മണ്ണേ ഉള്ളൂ. പക്ഷെ മണ്ണാണ് കുടമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. വിനോഭാവയെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കൊട്ട മണ്ണ് കൊണ്ട് കുടം ഉണ്ടാക്കി, ഒരാൾക്ക് വേണ്ടി കുടം ഉണ്ടാക്കി കൊടുത്തു. അവർ തമ്മിൽ എന്തോ തെറ്റിപ്പോയി. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ മണ്ണിങ് എന്നേക്ക് കുടം ഇഞ്ഞെടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ? മുന്നെടുത്താൽ കുടം ഉണ്ടാവില്ല. കുടം മണ്ണ് ഒന്നാന്നല്ലേ പറഞ്ഞത്. എന്നാൽ പിന്നെ നിൻ്റെ കുടം എടുത്താൽ എൻ്റെ മണ്ണിങ് എന്നേക്ക് അങ്ങനെ സാധിക്കില്ല. പ്രയോഗത്തിൽ എന്തുണ്ട്? മണ്ണ് കുടം രണ്ട് തന്നെയാണ്. ആത്യന്തിക സത്യം ഒന്നാണെന്ന് പറഞ്ഞാലല്ല. ഇപ്പോൾ കിണ്ടി തന്നെ ഉണ്ടാക്കിയതും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. വിളക്കുണ്ടാക്കിയത് ഓടും ഉണ്ടാക്കി. പക്ഷെ കിണ്ടിക്ക് പോലെ വിളക്ക് മതിയോ? രണ്ടും ഒന്നല്ലേ? രണ്ടും ഒരേ തൂക്കുമാണ്, വിലയും ഒരുപോലെ. എന്നാൽ പിന്നെ കിണ്ടി വിളക്കും എടുത്തോ അത് രണ്ടും കൂടെ ഒക്കില്ല. രണ്ട് സാധനമാണ്. എപ്പോഴും പ്രയോഗത്തിലാണ്. പ്രയോഗത്തിൽ രണ്ടാണ്. അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. ഇപ്പോൾ പണമൊക്കെ ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേപോലെ വിശപ്പ്, ഭക്ഷണം കഴിക്കുന്ന ഒരുപോലെ. വേറൊരാൾ ഭക്ഷണം കഴിച്ചാൽ മതി, അതുപോലെ. അന്നേരമൊക്കെ എന്ത് ചെയ്യും? ഞാൻ എന്ന് പറയുന്നത് വേറൊരു ഐഡൻറ്റിറ്റി ഇല്ല. ഞാൻ ഭക്ഷണം കഴിച്ചാലേ എൻ്റെ വിശപ്പാണുള്ളൂ. വേറെ ആരെ പറ്റി നമ്മൾ കണ്ണാണ് കരളാണെന്ന് പറഞ്ഞാലും കണ്ണ് കുത്തിയാൽ അത്ര സന്തോഷം തോന്നില്ല. എൻ്റെ കരളാണുണ്ട്, നീ എൻ്റെ കരളാണെന്ന് വിട്ടെന്നാൽ പിന്നെ എൻ്റെ കരളാ ഞാൻ കുത്തുന്നു പറഞ്ഞാൽ പറ്റുമോ? രണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകം ഭാസിക്കുന്നത് ഭഗവാനിലാണ്. ഭഗവാൻ വളങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ലോകത്തിലാണ്. പലതരത്തിൽ പറയാം. അതുകൊണ്ട് പറയാണ്, എത്രേതം വ്യജ്യതേ വിശ്വം വിശ്വസിന്നോപാധിയൽ തത്വം ബ്രഹ്മപരം ജ്യോതി. അത് തന്നെയാണ് പരമമായിരിക്കുന്ന ജ്യോതിസ്. അത് അങ്ങാണ്, ത്വം അങ്ങാണ്. ആകാശമയോ സ്ഥലം. എങ്ങനെ? ആകാശം പോലെ. ആകാശം സർവ്വവ്യാപിയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ച പലതും പുനഃപ്രസ്താവങ്ങളാണ്. അതാണ് പുരാണത്തിൽ ഏറ്റവും പുതിയത്. പണ്ട് പറയാത്തത് പറഞ്ഞുകൊണ്ടിരിക്കില്ല. വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രസംഗത്തിൽ പറയുന്നില്ല, ചിലർക്ക് ആധ്യാത്മികവാദികൾക്ക് പുതിയത് കേട്ടുകൊണ്ടിരിക്കുന്നുള്ള ആവേശം ഉണ്ടാവും. അങ്ങനെ പുതിയതൊന്നും പറയാനില്ല വാസ്തവത്തിന്. ഏറ്റവും പ്രാചീനമായ വീണ്ടും വീണ്ടും പറയുകയാണ്. ഏറ്റവും പഴയതാണ്. പിന്നെ വാക്യത്തിൻ്റെ ഘടനയിലും ഉദാഹരണങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാക്കാമെന്നല്ലാതെ അടിമുടി തത്വം വേണം. തത്വത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്ക് മാറ്റി പറയാൻ പറ്റില്ല. ഇന്നലെ അങ്ങനെ പറഞ്ഞത്, ഇന്നിങ്ങനെ പറയാൻ അത് പറ്റില്ലല്ലോ. ഒരേ തത്വം തന്നെയാണ്. പക്ഷെ പ്രതിപാദന രീതിയിലും വാക്യഘടനയിലൊക്കെ വ്യത്യാസം വരുത്താന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ആകാശമായ വ്യവസ്ഥ, ആകാശം പോലെ സ്ഥലമാണ്, എല്ലാദിക്കിലുള്ളതാണ്. അപ്പം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ തർജ്ജമ കിട്ടുക, ആരിൽ വിശ്വം വിളങ്ങുന്നു ആർ വിശ്വത്തിൽ വിളങ്ങുവൻ, ആകാശം പോൽ വ്യാപകമാ ബ്രഹ്മജ്യോതിസ്വാൻ ഭവാൻ. അങ്ങനെ ലളിതമായ തർജ്ജമയാണ്. ഈ തിരുമുമ്പിൽ തർജ്ജമ വായിക്കാറുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് വായിക്കേണ്ടതാണ്. മനോഹരമായ തർജ്ജമയാണ്. നല്ല കവിയായിരുന്നു. ഒരു പദാനുപദം വൃത്താനുവൃത്തായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. കുറേ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വളരെ വ്യക്തമാണ്. ആരിൽ വിശ്വം വിളങ്ങുന്നു ആർ വിശ്വത്തിൽ വിളങ്ങുവൻ, ആകാശം പോൽ വ്യാപകമാ ബ്രഹ്മജ്യോതിസ്വാൻ ഭവാൻ. അവിടെ അങ്ങനെ എന്താണ്? ബ്രഹ്മജ്യോതിസാണ്. എങ്ങനെ? ആകാശം പോലെ. ലോകത്തിലാര് വിളങ്ങുന്നുവോ ലോകം ആരെക്കൊണ്ട് വിളങ്ങുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിക്കാൻ കഴിയില്ല. നേരത്തെ പോലെ നിങ്ങളുടെ ഓടം എടുത്തോളൂ, എൻ്റെ വിളക്കിങ് എന്നൊക്കെ സാധിക്കുമോ? എന്നാൽ വിളക്ക് കൂടും ഒന്നാണോ? ഒന്നാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. വിളക്കൊക്കെ തരാം, അതിന് പകരം ചെയ്യാം ഇത്ര കിലോ ഓട് തരാം, അല്ലെങ്കിൽ ഓട് കൊണ്ടുണ്ടാക്കിയൊരു ബാറ്, സ്വർണ്ണത്തെ കൊണ്ടൊക്കെ ബാറുണ്ടാക്കാം, അല്ലെങ്കിൽ പന്ത് പോലെ ഉരുട്ടിയെടുക്കാം, പല രൂപം ഉണ്ടാക്കാം. അപ്പോൾ ഏതൊക്കെ ഒന്ന് മതിയോ നമുക്ക്? ഓരോന്നും ഓരോ പ്രയോഗമാണ്. ഉരുണ്ട വസ്തുക്കളെ കൊണ്ടുള്ള പ്രയോജനം പരന്ന വസ്തുക്കളെ കൊണ്ട് കിട്ടും, അത് കിട്ടില്ല.
സ്വർണത്തിൻ്റെ ഒരു പലക തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളക്കിൻ്റെ ഗുണം കിട്ടുമോ? കിട്ടില്ല. സ്വർണം തന്നെയായി ചിലപ്പോൾ അതിനേക്കാൾ തൂക്കം അതിന് അധികമുണ്ട്. പിന്നെന്താ നഷ്ടം നോക്കിയായിരുന്നോ? പക്ഷേ വിളക്ക് വെക്കണേ വിളക്കായിട്ട് തന്നെ കിട്ടണം. വിളക്കിന് പകരം കിണ്ണമോ, കിണ്ണത്തിന് പകരം കിണ്ടിയോ, കിണ്ടിക്ക് പകരം പലകയൊക്കെ മതിയോ വരാൻ. അപ്പോൾ ഈ രൂപഘടനകൾക്കൊക്കെ എങ്ങനെയാണ് പ്രാധാന്യം? പ്രായോഗികമായ വേണ്ടത്. പ്രയോഗത്തിൽ നിന്നും ഇതൊക്കെ ഉപകരാണ്. അവിടെ ലോകത്തിൽ വളങ്ങുന്ന ഭഗവാനാണ്, ഭഗവാൻ വളങ്ങുന്ന ലോകമാണ്. ഇതും തന്നെ അനന്വയമാണ്, അവ്യവച്ഛേദ്യമാണെന്നൊക്കെ പറയും. അത് പറയാണ് പ്രകാശം എന്ന ബ്രഹ്മമാണ്. ബ്രഹ്മം പ്രകാശിക്കുന്ന ഈ ലോകത്ത് തന്നെയാണ്. അത് ബൈബിളിൻ്റെ പഴയ നിയമത്ത് കാണും. വെളിച്ചമുണ്ടാവട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. വെളിച്ചമോ ഇരുട്ടിനെ കീഴടക്കിയില്ല. ബൈബിളിൻ്റെ പഴയ നിയമത്ത് കാണാം. അതിന് രണ്ടും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്ന് അർത്ഥം. വെളിച്ചമില്ല ഇരുട്ടുണ്ടോ എന്നറിയില്ല. ഇരുട്ടില്ലെങ്കിലും വെളിച്ചത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. രണ്ടും ഉണ്ട് ലോകത്തിലെ. ഇത് എപ്പോഴും യോജിച്ചു പോകുന്നതാണ്. ഇങ്ങനെ ഭഗവാൻ തന്നെയാണ് ലോകം എന്ന് പറയാം. അതായത് ലോകത്തിലുള്ളതും ഭഗവാനാണ്. അങ്ങനെയാണ് എന്ത് പറയുന്നത്? ഉപാദാനവും നിമിത്തവും ഒന്നാന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഉപാദാനം വേറെയാണ്, നിമിത്തം വേറെയാണ്. കൊശവൻ കുടമുണ്ടാക്കുന്നു. അപ്പോൾ കൊശവൻ നിമിത്തകാരനാണ്, ഉപാദാന കാരണം മണ്ണാണ്. കൊണ്ടുണ്ടാക്കിയെങ്കിലേ. പക്ഷെ ഈ ലോക സൃഷ്ടിയിലോ ഭഗവാൻ തന്നെയാണ് നിമിത്തവും, ഭഗവാൻ തന്നെയാണ് ഉപാദാനം. അങ്ങനെ വേറെ ഉദാഹരണം പറയാൻ പറ്റില്ല. അതാ പ്രശ്നം. അങ്ങനത്തെ വേറൊന്നും ഇല്ല ലോകത്തിൽ. അതുകൊണ്ടാണ് നാരായണ ഗുരു അതുകൊണ്ടാണ് പറയുന്നത്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടിക്കുന്നത് നീയാണ്, സൃഷ്ടിയായിരിക്കുന്നത് നീയാണ്, സൃഷ്ടിക്കുള്ള ഉപകരണം അങ്ങാണെന്ന് പറയാം. ഇത് വേറൊന്നിനും ഉദാഹരണം പറയാൻ പറ്റില്ല. അങ്ങനെ ലോകത്തൊന്നുമില്ല. ബാക്കിയൊക്കെ വിഭിന്നങ്ങളാണ്. ഭഗവാന്റെ കാര്യത്തിൽ എന്താണ്? അതും ഇതുമൊക്കെ ഭഗവാൻ തന്നെയാണ്. അതും പൂർണ്ണം ഇതും പൂർണ്ണം, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണവും എന്ന് ഒരിടത്ത് പറയുന്നതാണ്. ഒക്കെ പൂർണ്ണമാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറയാണ്, എത്രേതം വ്യജ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാതിയൽ തത്വം ബ്രഹ്മപരം ജ്യോതി ആകാശമേ വിസ്തൃതം. അതുകൊണ്ട് ഏതൊന്നിലാണോ ഈ ലോകം പ്രകാശിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ എവിടെ പ്രകാശിക്കുന്ന ലോകത്തിലാണ് തിരിച്ചും പറയാൻ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ വിശ്വശബ്ദം നപുംസകമായിട്ടും രണ്ടാമത്തെ സർവ്വനാമമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത് വ്യാഖ്യാതാക്കൾ പറയും. അതൊന്നും നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട. പക്ഷേ ഉപാദാന കാരണം ഭഗവാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അങ്ങ് വിശ്വത്തിൽ വളർന്നു. ഇപ്പോൾ ഒരു കുടം എടുത്തു കഴിഞ്ഞാൽ, മൺകുടം എടുത്തു കഴിഞ്ഞാൽ മൺകുടത്തിൻ്റെ അകവും പുറമൊക്കെ എന്താണ്? മണ്ണാണ്. അങ്ങനെയാണ്. മൺകുടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അകവും പുറക്ക മൊത്തത്തിൽ മണ്ണേ ഉള്ളതില്ലേ? അതുപോലെ ലോകം ഭഗവാനാണ് ഇതാണ്. ഇനി എന്നാൽ കുടത്തിൽ നിന്ന് വ്യത്യസ്തമല്ലേ പശവൻ? ലോകത്തിലങ്ങനെയാണ്. കുലാലൻ എന്ന് പറയും പശവൻ, കുടം ഉണ്ടാക്കുന്നയാൾ. എന്നാൽ ഭഗവാന്റെ കാര്യത്തിലോ ഭഗവാൻ കുടമാണെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ആരാണ്? കുലാലനുമാണ്. രണ്ടും ഭഗവാനെ പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത ശ്ലോകം. അത് നോക്കാലോ. യോ മായേതം ഒരു രൂപയാതൽ വിവർത്തിഭൂ യക്ഷഭയത്യവിക്രിയാം യദ്ഭേദബുദ്ധി സതിവാത്മദുസ്തയാതമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹീം. യോ മായേതം പുരുരൂപയാസൃജത് വിവർത്തിഭൂയ ക്ഷപയത്യവിക്രിയാം യദ്ഭേദബുദ്ധി സതിവാത്മദുസ്തയാം തമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹീം. ഭഗവാൻ എന്ത് ചെയ്യുന്നു? വേണ്ട പോലെ പ്രകാശിക്കുന്നു പറയാൻ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംഹരിക്കുന്നവനായ ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? മായയെ ആശ്രയിച്ചിട്ടാണ്. അതും പുരാണങ്ങളിലൊക്കെ അനവധിക്ക് പറയും. അതായത് മായ എന്ത് ചെയ്യുന്നു? സൃഷ്ടി പ്രക്രിയ വേണമെന്ന് വിചാരിക്കും, മായയെ ആഗ്രഹിക്കുക, മായയെ സ്വീകരിക്കുക ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാന്റെ മായ എന്ന് പറഞ്ഞാൽ അനന്യവുമാണ്, അവിഭജിതവുമാണ്. ഭഗവാന്റെ മായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ഭാഗമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മായ ഭഗവാനെ എന്ത് ചെയ്യുന്നില്ല? അതിക്രമിക്കുന്നില്ല. പറഞ്ഞാൽ വേഗം മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ തീക്ക് ചൂടുണ്ട് എന്നുള്ള താപനം, ചൂട് പിടിപ്പിക്കുക എന്നുള്ളത് തീയിൻ്റെ സ്വഭാവമാണ്. തീയിനെ വേറെ ചൂട് പിടിപ്പിക്കുക എന്നുള്ള സ്വഭാവത്തിന് വേറെ ആക്കാൻ പറ്റുമോ? തീ എവിടെ നോട്ട് ചൂടൊന്നും വേണ്ട, അതൊന്നും അങ്ങനെ സാധിക്കില്ല. തീയാണെങ്കിൽ ചൂടുണ്ടാവും. പിന്നെ എന്തിട്ട് ഏറ്റക്കുറത്തിലുണ്ടാവുന്നേ ഉള്ളൂ. ചില ചൂടുക്കാകുമ്പോൾ സഹിക്കാനാവും. ഒരു തിരി കത്തിക്കുന്ന ചൂട് വേണം തൊടാം. വലിയ ചൂട് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ചൂടാണ്. അതിന് ഏറ്റക്കുറത്തിലുണ്ടതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥം എന്താണ്? തീയിനെയും ചൂടിനെയും മുമ്പേരാക്കാൻ പറ്റില്ല. അപ്പോൾ തീ കൊണ്ട് ചൂട് പിടിപ്പിച്ചു എന്ന് പറയാം, അഗ്നി പൊള്ളിച്ചു എന്ന് പറയാം, അഗ്നിയുടെ ചൂട് പൊള്ളിച്ചു എന്ന് പറയാം. ഇത് വലിയ വ്യത്യാസമുണ്ടോ? ഫലത്തിൽ നമുക്ക് അഗ്നി പൊള്ളിച്ചു തന്നെയാണ്. പക്ഷെ ആരെ അത് ബാധിക്കുന്നില്ല. അതുപോലെ മായ ഭഗവാന്റെ അംശമാണ്, അവിഭാജ്യമായ ഭാഗമാണ്. പക്ഷെ മായ എന്ത് ചെയ്യുന്നില്ല? ഭഗവാൻ അതിക്രമിക്കില്ല, ഭഗവാനെ ഭ്രമിപ്പിക്കും. ഏതുപോലെ ഇന്ദ്രജാലക്കാരൻ്റെ മായ ഇന്ദ്രജാലക്കാരനെ ഭ്രമിപ്പിക്കുമോ? അയാൾ ഏതെങ്കിലും
വെട്ടിയില്ലാന്നൊരു മുതലെടുത്ത് ഞാൻ നിർത്തി. ഓ എഴുന്നേച്ചാൽ ആ മുതൽ ഒന്ന് നായക്ക് പറ്റിയിട്ടുണ്ട്, ആയക്കറിയും തഞ്ചൊക്കെ അത് കാണിക്കുന്നു. കാണുന്നവനാ ഭ്രമിക്കുന്നതേ. മായ ആരും മോഹിപ്പിക്കില്ല, മായാവിയെ മോഹിപ്പിക്കില്ല. മായാവി മോഹിപ്പിച്ചാൽ മായാവിയല്ല. നമുക്ക് മോഹം എന്താണ്, അത്ഭുതം എന്താണ്, അതറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്നത് പഠിച്ചുവോ പിന്നെ അതിനോട് വലിയ ബഹുമാനം നമുക്ക് തോന്നില്ല. ഇത്രയുണ്ടെന്ന് അറിയുവാണ്, അറിയുന്നവരെ ഭ്രമാണ്. അതുകൊണ്ടാണ് ആത്മനിഷ്ഠയാണെന്ന് പറയുന്നത്. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ ശ്ലോകം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതായത് ഭഗവാൻ എന്ത് ചെയ്തു, മായയെ അംഗീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. പക്ഷെ മായ എന്ത് ചെയ്യുന്നില്ല, ഭഗവാനിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കില്ല. മായയ്ക്ക് ഭഗവാന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല, ഭഗവാൻ ആശ്രയിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഈ ലോകത്തെയൊക്കെ സൃഷ്ടിക്കുന്നു എന്ന് പറയാണ്. യോ മായയേതം, ഏതൊരാളാണോ ഇതം മായ, ഈ മായ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ പുരുരൂപയ, എങ്ങനെയുള്ളതാ മായ, പുരുരൂപയ, അനേക രൂപത്തോടു കൂടിയാണ്. ഇന്ദ്രോ മായാഭി പുരുരൂപ യതേ, ഋഗ്വേദത്തിൽ മന്ത്രമുണ്ട്. ഇന്ദ്രൻ തന്നെ വലുതായിരിക്കുന്ന പുരുച്ച വളരെ വർദ്ധിച്ചാന്നൊക്കെ അർത്ഥമാണ്, പലതരത്തിലുള്ളത് എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള മായ കൊണ്ട് പ്രകാശിക്കുന്നു എന്ന് പറയുന്ന മന്ത്രങ്ങൾ അനവധിയുണ്ട്. ഇന്ദ്രോ മായാഭി പുരുരൂപയ്യതേ, പല രൂപങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്, യോമാജയേതം ഒരു രൂപയാ അസൃജത്, അസൃജത്തെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചിട്ട് എന്തുകൊണ്ടാണ് ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്, മായ കൊണ്ടാണ്. എന്നാൽ തിരിച്ചു പറഞ്ഞാൽ മായ ഉള്ളത് കൊണ്ടാണ് ലോകം ഉണ്ടെന്ന് തോന്നുന്നത്. ഇതൊക്കെ സാമാന്യ മനുഷ്യന്മാർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പറയുന്നതൊക്കെ ഉൾക്കൊള്ളാൻ വിഷമാണ്, നമ്മളൊക്കെ പറയാന്നേ ഉള്ളൂ. കാരണം ലോകം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ തോന്നുന്നത് ലോകമാണ് ഉള്ളതെന്നും ഈശ്വരനാണ് ഇല്ലാത്തതെന്ന് ആദ്യം തോന്നുന്നേ. വാസ്തവത്തിൽ അതാണ്. നമ്മളിപ്പോൾ ബ്രഹ്മം സത്യ ജഗന്മിഥ്യ എന്നൊക്കെ 1000 വട്ടം പറഞ്ഞാലും നമുക്കെന്താ തോന്നുക, ജഗത്ത് സത്യവും ബ്രഹ്മം മിഥ്യ എന്നാണ് തോന്നുന്നത്. എന്നിട്ട് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ വിഷമമുള്ളതാണ്. ഒന്നിനുമായിട്ട് തമാശയായിട്ട് എഴുതിയിട്ടുണ്ട്, ബ്രഹ്മം സത്യം ജഗന്മിഥ്യ ബ്രായും ഭ്രഷ്ടും കണക്കിനെ. ഒന്നേ സത്യമുള്ളൂ, പക്ഷെ മിഥ്യയല്ല. ബ്രഹ്മമാണ് സത്യമായിരിക്കുന്നത്, ലോകം എന്താണ് മിഥ്യ എന്നാണ് വേദാന്തത്തിൻ്റെ പരമസാരം. പക്ഷെ നമുക്കങ്ങനെ തോന്നുന്നു. എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറയുന്നത്, തീരെ ഇല്ലായ എന്നുള്ള അർത്ഥത്തിലല്ല മിഥ്യ എന്ന് പറയുന്നത്. മിഥ്യ എന്ന് പറഞ്ഞാൽ വിചാരദശയിൽ വിചാരം പുരോഗമിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അസ്തിത്വം ഈ രൂപത്തിലില്ല മനസ്സിലാവത്തിലേക്ക്. നേരത്തെ പറഞ്ഞിട്ട് തോന്നുമ്പോൾ ഇത് കടലാസാന്ന് പറയും. കടലാസ് യഥാർത്ഥം എന്താണ്, പൾപ്പിൻ്റെ രൂപഭേദമാണ്. പൾപ്പ് എവിടെ നിന്നുണ്ടാക്കിയാണ്, മരത്തിൽ നിന്നുണ്ടാക്കിയാണ്. മരം എവിടെ നിന്നുണ്ടായതാണ്, ഭൂമിയുടെ വികാരം. ഇങ്ങനെ പറഞ്ഞ് സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തിലെ ഈ വസ്തു, ഇപ്പോൾ ഈ മേശ എന്ന് പറയുന്നത് ഈ രൂപം ആകൃതിക്കുള്ളതുകൊണ്ടാണ് ഈ പേര് കൊടുത്തതാണ്. ഇത് യഥാർത്ഥത്തിൽ മരമാണ്. അപ്പോൾ മരത്തിൻ്റെ അപ്പം മായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, മായ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ സൃഷ്ടിക്കലാണ് മായ. നാമരൂപങ്ങളാണ് സൃഷ്ടി എന്ന് തന്നെ പറയാം. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ മായ എന്ന് എന്താണ്, രൂപങ്ങളും നാമധേയങ്ങളൊക്കെ സൃഷ്ടിക്കലാണ്. നാമരൂപങ്ങളാണ് സൃഷ്ടി. നാമരൂപ അഭിവ്യക്തിയേവ സൃഷ്ടി. നാമരൂപ അഭിവ്യക്തിയേവ സൃഷ്ടി. നാമരൂപങ്ങൾ പ്രകടമാകുന്നതാണ് സൃഷ്ടി. നാമരൂപങ്ങൾ പ്രകടമല്ലാതിരിക്കുമ്പോൾ അതിന് അവ്യാകൃതം കൂടി. അവ്യാകൃതം എന്നൊക്കെ വേദാന്ത സാഹിത്യത്തിലൊക്കെ പ്രധാനപ്പെട്ട വാക്കാണ്. അതിന് വ്യാകൃതമാക്കി തീർക്കുകയാണ്, രൂപരാക്കി തീർക്കുകയാണ്. ഇപ്പോൾ ഈ ചിത്രം, ഈ കടലാസ് ശുദ്ധമായിട്ടാണ്. അതിന് കുറേ വരയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, പട്ടിയോ പൂച്ചയോ സിംഹമോ മനുഷ്യനൊക്കെ വലുതായി തോന്നുന്നു. യഥാർത്ഥത്തിൽ ഉണ്ടോ വാസ്തവത്തിൽ സിംഹം ഉണ്ടോ? ഇപ്പോൾ ഒരു കുതിരയെ കാണിച്ചിട്ട് കുതിരയുടെ ചിത്രം നോക്കിയിരിക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഒരു കുതിരയാന്ന് പറയും. കുതിര ഉണ്ടോ? കുതിരയില്ല. കുതിരയിൽ കുറേ വരയും കുറിയൊക്കെ ഉള്ളൂ. പക്ഷെ കുതിര ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അതും ശരിയാവില്ല. ഇങ്ങനെ ഒരു തരം സദസദ്ഭേദം നേടുന്നത് പറയും. ഇതൊക്കെ ഈ താർക്കിക ന്യായങ്ങളിലെ ചില വാദങ്ങളാണ്. സത്താന്ന് പറയാം, അസത്താന്ന് പറയാം. നമ്മളുള്ളതുകൊണ്ട് നമ്മളുണ്ടെന്ന് പറയാം. എന്നാൽ എല്ലാ കാലത്തും ഇല്ലാത്തതുകൊണ്ട് എന്തല്ല, സത്യമല്ല എന്ന് പറയാം. അതിവിടെ സത്യം എന്ന് പറയുന്നത്, വേദാന്തിയുടെ സത്യം എന്ന് പറഞ്ഞാൽ ത്രികാലാതീതം തത് സത്യം എന്നാണ്. 3 കാലത്ത് നിലനിൽക്കുന്നതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ, സത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ ലോകമില്ലാത്തതാണ്. കാരണം പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയാണ്. പണ്ടുണ്ടായിരുന്നില്ല. ഒരു 100 കൊല്ലം പിള്ളേരും ഉണ്ടോ ഇവിടെ? ഉണ്ടാകാൻ വിഷമാണ്. വളരെ കുറച്ച് ആളെ ഉണ്ടാവും, 100 വയസ്സൊക്കെ ആയിട്ട്. ഒരാളും ഉണ്ടായിരുന്നില്ല. ഇനി 10-50 കൊല്ലം കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക? ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഉണ്ടെന്ന് മാത്രമാണ്. അപ്പോൾ പഴയ കാലത്ത് ഇല്ലാത്തതും ഇപ്പോഴുള്ളതും നാളെ ഇല്ലാതാകാൻ പോകുന്നതായ വസ്തുക്കളെന്നും വേദാന്തം എന്ത് ഗണിക്കുന്നില്ല, സത്യമായിട്ട് ഗണിക്കുന്നില്ല. തൽക്കാലം ഉണ്ടെന്നേ ഉള്ളൂ മാത്രം. അല്ലാത്ത ലോകമേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കും, ലോകത്തിൽ സംശയം ഉണ്ടാവും. ചോറുമില്ല. അതാണ് ചില രശ്യന്മാർ പറയുന്നത്, വേദാന്തം പറഞ്ഞാൽ തന്നെ ആളുടെ കുഴപ്പം പിടിക്കാനുള്ള സംഗതിയാണ്. ഈ ഇല്ലാത്ത കറുത്ത പൂച്ച ഇരുട്ടിൽ തപ്പുന്നതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. തത്വീതാനം എന്താണ്, കറുത്ത പൂച്ച കാണാൻ തന്നെ വേണം, ഇരുട്ടുമാണ്. പൂച്ച തൊട്ടില്ലാലും പിന്നെ അതിനെ തപ്പാൻ തുടങ്ങിയാൽ ആയുസ് പോകുന്നല്ലേ ഉള്ളൂ. ഇട്ടിട്ടാന്നാണ് ചില. പക്ഷേ പണ്ടൊരാൾ ആരാണ്, പിന്നെ
പ്രകാശാനന്ദഗിരി സ്വാമികളെ ഞാൻ ഉദാഹരണം പറയാം. അയാൾ ഒരു ചെറിയ സഞ്ചിയിൽ എന്തോ എടുത്ത് നടക്കുകയാണ്. ഒരാൾ ചോദിച്ചാൽ എന്താ സഞ്ചിയിലുള്ളത്? അത് കുറേ കീരിനെ കൊണ്ടുപോവാണേ, 1 2 കീരിയാണ്. എന്തിനാണ് കീരിനെ കൊണ്ടുവന്നത്? അത് കീരിനെ കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് പാമ്പിനെ കണ്ടാൽ പേടിയാണ്. അപ്പോൾ പാമ്പ് വരുമ്പോൾ എന്ത് ചെയ്യുക? കീരിനെ വെച്ചിട്ടാൽ കീരി നോക്കിക്കൊടുക്കുക. അപ്പോൾ മറ്റുള്ള പറഞ്ഞാൽ അതിനിവിടെ പാമ്പില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇയാൾ ഇതിനകത്ത് കീരിയും ഇല്ലല്ലോ. ഇത് രണ്ടും സങ്കല്പമാണ്. എങ്ങനെ അതുപോലത്തെ വീട്ടിൽ തന്നെ അയാൾ പറഞ്ഞാൽ പാമ്പിനെ കാലിൻ്റെ പേടിക്കുന്നവരാണ്. ഇയാളുടെ പാമ്പില്ലല്ലോ, അതിന് കീരിയും ഇല്ലല്ലോ എന്ന് പറയാം. പിന്നെ എന്താണ് ഉണ്ടായത്? ഉണ്ടെന്ന് ഭാവിച്ചു, അത്രയുള്ളൂ. പാമ്പുണ്ട് തോന്നി, കീരി ഉണ്ട് തോന്നി, അത്രയുള്ളൂ. ഇതുപോലെ പ്രപഞ്ചത്തിൽ എന്താണ് ഇല്ലാത്തതാണ്, അടിസ്ഥാനപരമായിട്ടില്ലാത്തതാണ്. ഇപ്പോൾ ഇല്ലാന്നല്ല. സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ, അതുകൊണ്ടല്ലേ ആൾ കാണുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു? സിനിമ തുടങ്ങുന്നതിന് ഒരു സ്ക്രീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ നടക്കുമ്പോൾ ആ സ്ക്രീനാണ് വാസ്തവത്തിലുള്ളത്. തൊട്ടുനോക്കി അവിടെ ഉണ്ടാവുകയെ. അതിൻ്റെ മേലെ പ്രതിഫലിക്കുന്നതായ യഥാർത്ഥ പ്രതീകങ്ങളാണ് ഈ കാണുന്നതൊക്കെ. സംഘർഷം ഉണ്ടായിരുന്നോ, പ്രണയം ഉണ്ടായിരുന്നോ, ആത്മഹത്യ ചെയ്തിരുന്നോ, കൊലപാതകം നടത്തിയോ ഒക്കെ കാണുന്ന ഭ്രമങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ സ്ക്രീൻ യാതൊരു വികാരമില്ല ആൾക്കാരില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? മധ്യകാലത്ത് മാത്രം ഉണ്ടായതാണ്. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മൂന്നാറൊക്കെ പറഞ്ഞതാണ്. മധ്യത്തിന് മാത്രം ഉണ്ടാകുന്നതാണ്. ആദ്യത്തിനുമില്ല, ഒടുവിലുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ളത് അതൊക്കെയാണ് ഭഗവാൻ വളരെ സമർത്ഥമായിട്ട് ദ്വിതീയ സ്കന്ധത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിലൊക്കെ പറഞ്ഞത്. ആദ്യം ഉണ്ടായിരുന്നത് ഞാനാണ്, അവസാനിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നടുക്കുള്ളതോ? നടുക്കുള്ള ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ശ്രേഷ്ഠാവിശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ മായ കൊണ്ടുണ്ടാക്കിയാണ് ലോകം മുഴുവൻ. മായ സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ മായയാണ്. അതുകൊണ്ടാണ് ചില ഉപനിഷത്ത് വ്യാഖ്യാതാക്കളൊക്കെ ഇത്യേഷ പരമാർത്ഥത എന്ന് പറയുന്നത്. ഇതാണ് പരമാർത്ഥം. എന്തുണ്ടായില്ല? സൃഷ്ടി ഉണ്ടായിട്ടില്ല, സംഹാരം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ ഉണ്ടായത്? ഉണ്ട് എന്ന് തോന്നി. ഇത്രയും തോന്നിയാലിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, തോന്നിയാലാ പ്രശ്നം. തോന്നിയാലെല്ലാം ഉണ്ടാവും, എല്ലാം തോന്നലും ഉണ്ടാവുന്നതാണ്. സങ്കല്പപ്രഭോ ലോക, സങ്കല്പമുള്ള ലോകം തന്നെ ഉണ്ടായത്. ഒരു സുഖമുള്ളതാണെന്ന് തോന്നിയാൽ അന്നേരം കുഴപ്പം അത് കിട്ടണമെന്ന് വിചാരം ഉണ്ടാവും. കിട്ടിയില്ല സങ്കടം ഉണ്ടാവും, കിട്ടി പോരാ തോന്നും. ഇങ്ങനെ എന്തൊക്കെ മനോവികാരങ്ങളും മനോവൈഷമ്യങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാലോ യഥാർത്ഥത്തിൽ സുഖമുണ്ടോ ദുഃഖമുണ്ടോ ഇതൊക്കെ നമ്മളെ കൽപ്പനയാണ്. ചിലതിന് സുഖമുണ്ട് തോന്നുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഒന്നിനും സുഖമുണ്ട് തോന്നുന്നില്ല. സുഖമുണ്ട് തോന്നിയവൻ അത് കിട്ടാൻ വേണ്ടി ക്ലേശിക്കുന്നു, കിട്ടിയില്ല കരയുന്നു, ഇതൊക്കെയാണ്. അത് വേണ്ടാത്തനോ ഇതൊന്നും ബാധിക്കുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞാൽ അറിയില്ല, കുഞ്ഞിന് പക്ഷേ രസമായിട്ട് എഴുതിയതാണ്. കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കിയപ്പോൾ കഷ്ടം പെട്ടുപോയെന്നും തോന്നി. പിന്നെ അവസാനം തോന്നി തോന്നലാണല്ല, അങ്ങനെ ആശ്വാസം എന്നും തോന്നി. ഇത്രയേ ഉള്ളൂ. അതും തോന്നിയാൽ മതി. ഞാൻ കഷ്ടത്തിലായാലും ശരി, തോന്നിയതാണ്, അതൊരു തോന്നലാണ്. എന്നാൽ സ്വസ്ഥനായിരിക്കാം. പക്ഷേ അത് തോന്നില്ല. നമുക്ക് ഈ 3 ഘട്ടേ തോന്നുള്ളൂ. ശരി, ഞാൻ ഈ ഘട്ടത്തിലായി പോലെ ജോലി ഞാൻ പുരുഷനായ സ്ത്രീയായാലൊക്കെ എങ്ങനെയാണ്? കിട്ടണമെന്ന് വിചാരിച്ചു കിട്ടി കഴിഞ്ഞപ്പോൾ ശരി ഇങ്ങനത്തെ ഒന്നിനല്ലേ കിട്ടി പരിഭ്രമിക്കാൻ തുടങ്ങും. ഈ ഞാൻ കഷ്ടത്തിലായിപ്പോയി എന്നുള്ള വിചാരം ഉണ്ടല്ലോ, അതും എന്താണ് തോന്നലാണ്. അതെയോ അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രശ്നമില്ല, സുഖമായിരിക്കാം. പക്ഷെ തോന്നുമോ ഞാൻ കഷ്ടത്തിലായിപ്പോയി എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, എനിക്കിത് കിട്ടി, ഞാൻ അവിടെ യോഗ്യനായിരിക്കുന്നു വിചാരിക്കുന്നു. ഇതൊക്കെ മായൻ്റെ വിശേഷങ്ങളാണ്. മായ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഇല്ലാത്തതാണെങ്കിലും എന്ത് ചെയ്യുന്നു, വ്യവഹാരത്തെ ശരി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക, ആളെ ഭ്രമിപ്പിക്കുകയും. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യില്ല, മായ ഭ്രമിപ്പിക്കില്ല. ഏതുപോലെ തീയുടെ ചൂടുകൊണ്ട് തീക്ക് വല്ല വിഷമമുണ്ടോ? തീൻ്റെ സ്വഭാവമാണത്. കവികളൊക്കെ എഴുതും, ചെറുശ്ശേരി എഴുതിയിട്ടുണ്ട്. തീക്കും തന്നുള്ളിലേ തോന്നി തുടങ്ങി ഇതേ തീക്കായ വേണം എനിക്കും എന്ന് മഞ്ഞുകാലത്ത് വർണ്ണിക്കുമ്പോൾ കൃഷ്ണകാലത്തെ കാണാം. അത്രയും തണുപ്പുണ്ടായിരുന്നു. തീക്ക് പോലും എന്ത് തോന്നി, തീക്കാടെന്ന് തോന്നി. അങ്ങനെ തോന്നുമോ? അങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ തീരില്ല. അപ്പം നോക്കാമല്ലോ. യോ മാജേതം പുരുരൂപയാ